നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ എലിജിബിലിറ്റി ഔട്ട് ഓഫ് കേരള എങ്ങനെയാന്നുള്ളത്, കേരളത്തിന് പുറത്തുനിന്ന് കുറച്ച് പ്രത്യേകമുണ്ട്. കേരളത്തിന് പുറത്തുനിന്നുള്ള കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ പിന്നെ ഇ ഗ്രാൻസ് കിട്ടുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ സിലബസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ 14 ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ്. നമുക്ക് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന നമ്മുടെ AWH എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ആ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ, അതുപോലെ ഫ്രീ മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇതിൽ ലാസ്റ്റ് വരെ നിൽക്കുന്ന സ്റ്റുഡൻസ് നിങ്ങൾക്ക് ആ ഒരു മോക്ക് ടെസ്റ്റ് ഏകദേശം 600ഓളം ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. 40 സെറ്റ്, അതായത് 5 സെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുക എന്താ ബിടെക് ലെറ്റ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താ ഈ ബിടെക് ലെറ്റ് എന്നുള്ളതാ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണല്ലോ എല്ലാവരും. ഈ വർഷം വേറൊരു പ്രത്യേകത ഉണ്ട്, എല്ലാ വർഷത്തെയും കൊണ്ട് കൂടുതൽ നമ്മുടെ പാസ് ഔട്ട് സ്റ്റുഡൻസ് ലെറ്റ് എക്സാം എഴുതുന്ന ഒരു വർഷവും കൂടെയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്, അല്ലെ? 2023 പാസ് ഔട്ട് സ്റ്റുഡൻസ് ഒന്ന് മെൻഷൻ ചെയ്യാവോടെ? അപ്പൊ നമുക്ക് ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യുക. 2023 പഠിച്ച കുട്ടികൾ, 2023 പാസ് ഔട്ടുകാർ, ഇപ്പൊ കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് അല്ല, പാസ് ഔട്ട് സ്റ്റുഡൻസ് ഒന്ന് മെൻഷൻ ചെയ്ത് എല്ലാവരും. 23കാരെ ഒന്ന് മെൻഷൻ ചെയ്യുക. എന്ന് വെച്ചാൽ ഏറ്റവും നമ്മൾ 4 വർഷമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ 2023കാര് ഇപ്രാവശ്യം നമ്മൾ എക്സാം എഴുതുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം 3800 കുട്ടികൾ എഴുതിയ സ്ഥാനത്ത് ഈ വർഷം ഏകദേശം 4500 മുതൽ 5000-ഓളം കുട്ടികൾ കേരളത്തിൽ ലെറ്റ് എക്സാം എഴുതും. ഏറ്റവും കുറവ് ലെറ്റ് എക്സാം എഴുതിയത് 2023 ബാച്ചിലാണ് ഏറ്റവും കുറവ് എഴുതിയത്. 23 പേര് മാത്രം ഇത് ചെയ്താൽ മതി. 24 ബാച്ച് എന്ത് ചെയ്യേണ്ട, മെൻഷൻ ചെയ്യേണ്ട. 23 ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാം, നമുക്ക് എന്ത് കയറിയിരിക്കുന്ന ഒരു 50ഓളം കുട്ടികൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ 23 ബാച്ചാണ്. ബാക്കി എല്ലാവരും ആ 23 ബാച്ചുകാർ. ശരി, അപ്പം എന്താണ് ബിടെക് ലെറ്റ് എന്ന് ചോദിച്ചാൽ, നിലവില് പോളിടെക്നിക് ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ സെം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ബിടെക് ലെറ്റ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സീറ്റ് എന്ന് പറയുന്നത് 10% സീറ്റാണ് ലെറ്റിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ആ 10% സീറ്റ് എന്ന് പറയുന്ന ഒരു കോളേജിൽ ഇൻടേക്ക് 60 കുട്ടികളെയാണ് വരുന്നത് എങ്കിൽ അവിടുത്തെ 10% സീറ്റ് എന്ന് പറയുന്ന 6 സീറ്റാണ് അവിടെ വരുന്നത്. അപ്പൊ 6 കുട്ടികൾ എന്ത് ചെയ്യും, അവിടെ എടുക്കും. ഇൻ കേസ് അവിടെ പല കുട്ടികൾ ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് ചെയ്യുക, കോളേജ് ലാബ്സ് ആയിട്ടുള്ള സീറ്റേഴ്സ് ഉണ്ട് എങ്കിൽ ആ സീറ്റുകളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ കേസ് നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ ഒരു എക്സാം എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈസ് എക്സാം ആണ്. അപ്പൊ നിലവില് ഡിപ്ലോമക്കാർക്ക്, അതുപോലെ തന്നെ ഡിവോക്കാർക്ക്, ബി എസ് സി ഡിഗ്രി ഉള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് ബിടെക് ലെറ്റ് എക്സാം എന്ന് പറയുന്നത്. ഇനി അടുത്ത വർഷം മുതൽ, ഇനിയിപ്പം 2024 പുതിയ ഡിഗ്രി സ്കീം വന്നതോടുകൂടി അടുത്ത വേറെ പ്രത്യേകത കൊണ്ടിട്ട്, നിങ്ങൾ പോളിടെക്നിക്ക് പഠിച്ച കുട്ടിക്ക് നേരെ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. മനസ്സിലായോ? നിങ്ങൾക്ക് ഡിഗ്രിക്ക് 2ാം വർഷത്തിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും പുതിയ നമ്മുടെ ഡിഗ്രിയുടെ സ്കീം അനുസരിച്ച്. അതുപോലെ ഇപ്പൊ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് നേരെ സെക്കൻഡ് ഇയറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, BSc. അതിൽ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ, അതിൽ നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടാകണം എന്ന് പറയുന്നതാണ് അതിലൊരു മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ശരി, അടുത്ത ഇനി അക്കാഡമിക് എലിജിബിലിറ്റി ആണ് പറയുന്നത്. അക്കാഡമിക് എലിജിബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ 2 ഇയർ ഡിപ്ലോമ, അതുപോലെ ഡിവോക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ BSc. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ UGC AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച കുട്ടികൾക്ക് UGC കോളേജിന് BSc ഡിഗ്രി ഉള്ള കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെറ്റ് എക്സാം എഴുതാനായിട്ട് പറ്റും. ഈ BScക്കാർക്ക് റിസർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിലവിൽ ഈ ഡിപ്ലോമക്കാർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്തുള്ളത്, നിലവിൽ നമുക്ക് ഇതൊരു സീറ്റ് അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അതുമായി റിലേറ്റ് ചെയ്ത്. അഡ്മിഷൻ പ്രോസസ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 45% മാർക്ക് മതിയാകും ലെറ്റ് എഴുതാനായിട്ട്. അതായത് 5 CGPA ഉള്ള കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെറ്റ് എക്സാം എഴുതാനായിട്ട് പറ്റും. അതുപോലെ SC/BC കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക്, SC/ST SC/BC അതായത് OBC ഒക്കെ വരുന്ന കുട്ടികൾക്ക്
എത്ര മതിയാവും? 40% മതിയാവും. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ പ്രോസ്പെക്ടസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് അടുത്ത അഡ്മിഷൻ എലിജിബിലിറ്റി ഞാൻ പറഞ്ഞായിരുന്നു. ഡിപ്ലോമ സ്ട്രീം ഏതും ആകാം, ഡിഒക്ക് ആവാം, BSc സ്ട്രീം എല്ലാം ഉണ്ട്. ആരും ജസ്റ്റ് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫുൾ ഡൗട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ നമ്മുടെ ഇപ്പൊ 4 വർഷമായിട്ട് ലെറ്റ് എക്സാം ഓൺലൈൻ ആയിട്ട്, കേരളത്തിൽ ഫസ്റ്റ് ഓൺലൈൻ ആയിട്ട് ലെറ്റ് എക്സാം പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയത് സയൻസ് ടെക്ക. ഞാൻ ബേസിക്കലി എന്നെ പരിചയപ്പെടുത്താം, മിസ്ബാൻ. ഞാൻ ഒരു പോളിടെക്നിക് സ്റ്റുഡന്റ് ആയിരുന്നു, പോളിടെക്നിക് അധ്യാപകനാണ്, നിലവിൽ എഞ്ചിനീയർ കോളേജ് അധ്യാപകൻ. അപ്പം പോളിക്ക് വേണ്ടി തുടങ്ങിയത് ആ ഒരു ലേണിംഗ് ആപ്പായിരുന്നു നമ്മുടെ സയൻസ് ടെക് എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇതുവരെ കഴിഞ്ഞ ബാച്ച് വരെ 750ഓളം കുട്ടികൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മുടെ സയൻസ് ടെക് ത്രൂ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ സയൻസ് ടെക്കും AWH എഞ്ചിനീയറിംഗ് കോളേജും വളരെ കുട്ടികൾക്ക് ഒരുപാട്, കഴിഞ്ഞ വർഷം തന്നെ ഏറ്റവും 500ഓളം കുട്ടികൾ കഴിഞ്ഞ മീറ്റിംഗിൽ പങ്കെടുത്തായിരുന്നു. അത് നമ്മുടെ ലാസ്റ്റ് എക്സാമിന്റെ 2 ദിവസം മുന്നേ ആയിരുന്നു നമ്മൾ ഇതുപോലെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന്റെ ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ചപ്പ് എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു മീറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ മെയിൻ ആയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്ലൈ ചെയ്തവര് അല്ലെ അപ്ലൈ ചെയ്യാൻ പോകുന്നവര് പഠിക്കുന്നവര് ഇത് 3 പേർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ ഒരു മീറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യും, അടുത്തേ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ വിളിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മളെ നിലവിൽ പാസ് ഔട്ട് ആയ കുട്ടികൾ കയ്യിൽ എന്തുണ്ടാവണം? ഒന്നി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പലരുടെ കയ്യിലും ഉണ്ടാകത്തില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാവും? പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്താൽ മതിയാകും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? CGPA കൊടുക്കണം. ഓക്കെ, നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഒറിജിനലോ, അതിപ്പോ നിലവിൽ സപ്ലി ഉള്ള കുട്ടികൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കുക, 2024 പാസ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസിന് S1 S3 സപ്ലി ഉണ്ട് എങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ലെറ്റ് എക്സാം എഴുതാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഇപ്രാവശ്യത്തെ എക്സാം എഴുതാനായിട്ട് പറ്റിയിട്ടില്ല. അവർക്ക് ഓഡ് സെമ്മിന്റെ എക്സാം ഓഡ് സെമ്മിലും ഈവൻ സെം എക്സാം ഈവൻ സെമ്മിലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ശരി, ഇനി ഇതാണ് അതുമായി റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനുള്ളത്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ബാക്കി ആർക്കെങ്കിലും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ആർക്കെങ്കിലും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇല്ല സർ, ഓക്കെ ആണ്. ശരി. സൗണ്ട് ക്ലിയർ ആണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു, എലിജിബിലിറ്റി, അഡ്മിഷൻ ഓഫ് എലിജിബിലിറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ശരി, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇന്ത്യ സാൾ ടിക്കറ്റ് മതിയാകും, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേപ്പർ. നിലവിൽ ഇപ്പൊ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറ്റുന്നവര് കൊടുക്കുക, അല്ലാത്തവർ എന്ത് ചെയ്യണ്ട, കൊടുക്കേണ്ട കാര്യമില്ല. എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാൻഡിഡേറ്റ് എന്തായിരിക്കണം? ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി, ഔട്ട്സൈഡ് കേരള ആണെങ്കിലും ശരി തന്നെ നിലവിൽ എന്ത് ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, അഡ്മിഷൻ ടൈമിൽ ഔട്ട്സൈഡ് കേരള സ്റ്റുഡൻസ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്തിരിക്കണം? DT എന്ന് വാങ്ങണം, ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന്. ഔട്ട്സൈഡ് സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ അതർ യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. അത് ഇപ്പോഴേ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇവിടെ ഏജ് എന്ന് പറയുന്നത് നമ്മുടെ KTUവിന് ഏജ് ലിമിറ്റ് ഇല്ല. മിനിമം ഏജ് 18 വയസ്സ് മതിയാവും. പക്ഷെ കുസാറ്റിനായിരുന്നെങ്കിൽ 25 വയസ്സെന്ന് പറയുന്നത് ഒരു ലിമിറ്റ് ഉണ്ട്, ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് എന്തില്ല, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇല്ല. അടുത്തത്, നിലവിലെ നേറ്റിവിറ്റി കേരളത്തിന് മാത്രമായിരുന്നു കഴിഞ്ഞ ലെറ്റ് എക്സാം എഴുതാൻ പറ്റുന്നത്. ഇപ്രാവശ്യം മുതൽ ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യയിലുള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? ലെറ്റ് എഴുതാനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, നോൺ കേരളൈറ്റിന് നോ റിസർവേഷൻ എന്ന് പറയുന്നുണ്ട്. പല കുട്ടികളും വിളിച്ചിട്ടുള്ള കാര്യം. ഇന്നിപ്പോ ലാസ്റ്റ് ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്ന അമ്മയുടെ സ്ഥലം എറണാകുളം ആയിരുന്നു. അവര് എവിടെ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലാണ്ട് ഒരു കോളേജിൽ പഠിച്ചു. പക്ഷെ നമ്മൾ പാരന്റ്സ് ആരെങ്കിലും കേരള ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവരുടേത് വെച്ച് എന്ത് ചെയ്യണം? തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങരുത്. ഇന്ന് വിളിച്ച കേസ് LC ആയിരുന്നു. LC തമിഴ്നാട്ടിൽ ഓപ്പൺ കോട്ട, ജനറൽ ആയിട്ടാണ് തമിഴ്നാട്ടിൽ കണക്കാക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്ന റിസർവേഷനുള്ള OBC ആയിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ളവര് പരമാവധി എന്ത് ചെയ്യുക? നിങ്ങൾ റിസർവേഷൻ ഉള്ളത് തന്നെ എന്ത് ചെയ്യുക? വാങ്ങാനായിട്ട് നോക്കുക. ശരി, പിന്നെ നോൺ കേരളൈറ്റ് ആയിട്ടുള്ളവർക്ക് എന്ത് കിട്ടത്തില്ല? നമ്മുടെ റിസർവേഷൻ, അതായത് സീറ്റ് നമ്മുടെ SC BCയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ സീറ്റ് റിസർവേഷനോ അങ്ങനെയുള്ള ഒന്നിനും തന്നെ എന്തില്ല, എലിജിബിൾ ഉണ്ടാകത്തില്ല.
സീറ്റിന്റെ റിസർവേഷൻ LBS ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഈ LBS എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ ഏകദേശം 160+ കോളേജസ് എന്ത് ചെയ്യുന്നുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. അത് KTUവിന്റെ അണ്ടറിലാണ് ഈ കോളേജസ് എല്ലാം വരുന്നത്. ഈ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലും അതുപോലെ MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കെല്ലാം ഓരോ ക്യാമ്പസുകൾ മാത്രമേ ഉള്ളൂ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എഞ്ചിനീയറിംഗിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. 15% സീറ്റ് മാനേജ്മെന്റ് കോളേജുകൾ, അതുപോലെ തന്നെ എയ്ഡഡ് സീറ്റുകളുണ്ട്. ബാക്കി 85% ഗവൺമെന്റ് സീറ്റുകളാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരേണ്ട, മാനേജ്മെന്റ് സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ NSS കോളേജ് പാലക്കാട്, അതുപോലെ തന്നെ MA കോളേജ്, അതുപോലെ തന്നെ TKM കോളേജുകളിലൊക്കെ എന്തേ ഉള്ളൂ, അവിടെ 50%. ബാക്കി നമ്മുടെ AWH പോലുള്ള കോളേജുകളിലൊക്കെ സീറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 50% എന്താണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 50% ഗവൺമെന്റ് മെറിറ്റ് ഉണ്ട്. ഈ 50% സീറ്റ് നിങ്ങൾ ലെറ്റ് എഴുതാതെ, ഈ എക്സാം, ഈ ആപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ലെറ്റ് എക്സാം എഴുതാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെറ്റിന് എൻട്രൻസ് എഴുതാൻ പറ്റും എന്നൊരു ഇപ്പൊ നിലവിൽ നോട്ടിഫിക്കേഷൻ ഇല്ല. ഇൻ കേസ് എന്ത് ചെയ്യുന്നുണ്ട്, കോളേജസ് സ്റ്റുഡൻസ് ഇല്ലാതെ വരുമ്പോഴേക്കും അങ്ങനെ ഒരു റിക്വസ്റ്റ് പോവുകയും ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവും. പക്ഷെ നിങ്ങൾ അപ്പോൾ അവിടെ NRI സ്റ്റുഡൻസ് ആയിട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റിലേക്ക് ആയിരിക്കും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാർക്ക് മതി നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഇത് ക്വാളിഫൈ ആകാനായിട്ട്. അങ്ങനെ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി, ഗവൺമെന്റ് നമ്മുടെ കീം എഴുതി ഗവൺമെന്റ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജിലും അഡ്മിഷൻ എടുക്കുന്ന അതേ ഒരു വാല്യൂ എന്തിലുണ്ട്, BTECന്റെ ലെറ്റ് എക്സാം എഴുതി നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എഞ്ചിനീയറിംഗ് കോളേജിൽ കയറുന്നത്. അപ്പൊ നിങ്ങൾക്ക് വരുന്ന എല്ലാ സ്കോളർഷിപ്പുകൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത് OBCH ഹയർ പ്രയോറിറ്റി വരുന്ന കുറച്ച് സബ് കാറ്റഗറി വരുന്ന, അത് ഞാനിപ്പറ്റി പറയുന്നുണ്ട്. അവര് എന്തായാലും അവരുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ്, നോൺ ക്രിമിലിയർ കൊടുക്കുക. നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സെമസ്റ്റർ 3യുടെ ഫീസ് മാത്രം അടയ്ക്കേണ്ടി വരും. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഗ്രാന്റ് വഴി നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ OBCക്കാർക്ക് എല്ലാവർക്കും ഗ്രാന്റ്സ് കിട്ടും. നിലവിൽ ഗ്രാന്റ്സ് കിട്ടുന്ന പോളിടെക്നിക്, ഗവൺമെന്റ് പോളിടെക്നിക്കിലൊക്കെ പഠിക്കും സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പോയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഗ്രാന്റ്സ് കിട്ടും. അപ്പൊ അതുകൊണ്ട് ലെറ്റ് എക്സാം എഴുതി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കോളേജുകൾ ഓപ്ഷൻ വെക്കുക. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ വെക്കുമ്പോൾ ഗവൺമെന്റ് ഇവിടെ കണ്ടോ, 50% സീറ്റ് അണ്ടർ ദ ലാറ്ററൽ എൻട്രി അലോട്ടഡ് ബൈ ഗവൺമെന്റ്, 50% സീറ്റ് വിൽ ബി റിസർവ്ഡ് ആസ് ദ മാനേജ്മെന്റ് സീറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ്. അപ്പൊ കണ്ടോ, ഇത് കണ്ടോ, ഇതപ്പോ ഒരു 6 സീറ്റ് അവിടെ, 3 സീറ്റ് ഗവൺമെന്റ് എടുക്കും, 3 സീറ്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് എടുക്കും. പിന്നെ അലോട്ട്മെന്റ്, ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് 3 സീറ്റിലേക്ക് നിങ്ങൾ ഓപ്ഷൻ വെച്ചാലും കിട്ടുള്ളൂ. അതിന്റെ പറ്റി ഞാൻ പറഞ്ഞു തരാം. അതിന് അലോട്ട്മെന്റിന്റെ കേസ് ഞാൻ പറയുന്നില്ല. അലോട്ട്മെന്റ് നമുക്ക് ഇതിന്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം അലോട്ട്മെന്റുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മീറ്റിംഗ് വിളിക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾക്കുള്ള സീറ്റുകളെല്ലാം നിലവിൽ എത്രത്തോളം സീറ്റ് ഉണ്ട് എന്നുള്ളതിന്റെ കാര്യം നമ്മുടെ എക്സാം കഴിയുമ്പോൾ, അതായത് S2ന്റെ BTECന്റെ എക്സാം കഴിയുമ്പോഴേക്കും കോളേജ് ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കോളേജിലും അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് പറ്റും. നിലവിൽ എക്സാം എഴുതുന്നവരെയും അങ്ങനെ 30-ാം തീയതി വരെയും വരത്തില്ല. 30-ാം തീയതി കഴിഞ്ഞിട്ട് ഈ എക്സാമും ലാബ് എക്സാമും കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പോളിയിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി, പോളിയിൽ ഈ വർഷം മുതൽ സെക്കൻഡ് സെമ്മിലേക്ക് ട്രാൻസ്ഫർ ഇല്ല, ഇന്റേൺഷിപ്പ് ഉള്ളത് കാരണം. പക്ഷെ BTECന് എന്ത് ചെയ്യാൻ പറ്റും, കോളേജ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഗവൺമെന്റ് കോളേജസ് ആണ് ഉള്ളത്. ഗവൺമെന്റ് കോളേജസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ആവാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് ഡിപ്പാർട്ട്മെന്റ് മാറാനായിട്ട് സെയിം കോളേജിൽ പറ്റും, കോളേജ് ടു കോളേജ് മാറാനായിട്ട് സാധിക്കത്തില്ല. നിലവിൽ വേറൊരു പ്രത്യേകം കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണമെങ്കിലും സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. മെക്കാനിക്കലുകാർക്ക് സിവിൽ പഠിക്കാം, ഇലക്ട്രിക്കൽ പഠിക്കാം, ഇലക്ട്രോണിക്സ് പഠിക്കാം, ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേണമെങ്കിലും പഠിക്കാം. 2023 മുതലാണ് ആ ഒരു ഓപ്ഷൻ. എത്രയും നാൾ KTUവിന് മാത്രമേ നിലവിൽ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വർഷം മുതൽ 2023 അഡ്മിഷൻ മുതൽ, അഡ്മിഷൻ മുതൽ നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേണമെങ്കിലും സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ആണ് എന്ത് ചെയ്യുന്നത്. അതുകൊണ്ട് കോമ്പറ്റീഷൻ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിന് ഓൾ കേരള കഴിഞ്ഞ വർഷവും ഈ വർഷവും നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. സീറ്റുകളുടെ എണ്ണവും കുറവാണ്. മെക്കാനിക്കൽ സിവിൽ ഒന്നും അത്രയും ഒരു കോമ്പറ്റീഷൻ ഇല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്ന, സാർ എത്ര മാർക്ക് വാങ്ങിയാലാണ് ഇനിയിപ്പം
കിട്ടുക. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു പ്രൊഡിക്ഷൻ നമുക്ക് നടത്താൻ പറ്റൂ. എത്ര മാർക്ക് നമുക്കുണ്ട് എങ്കിൽ ഒരു സേഫ് സോണിൽ നിൽക്കാം എന്ന് ചോദിച്ചാൽ 70+ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു സേഫ് സോണാണ്. 120 ആണ് വരുന്നത്. അതിനെ പറ്റി അങ്ങോട്ട് പറയാം. ഇനി ജസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിഞ്ഞ 2 വർഷം കാലയളവിൽ ഇത് 3ാമത്തെ വർഷമായിട്ട് ഇപ്പോൾ എക്സാം നടത്തുന്ന LBS ആണ് നടത്തുന്നത്. അതിന് മുന്നേ വരെ എക്സാം നടത്തിക്കൊണ്ടിരുന്ന DT ആയിരുന്നു, ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആയിരുന്നു ലെറ്റ് എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 1000 രൂപയാണ് ജനറൽ കാറ്റഗറിക്കാർക്ക് വരുന്നത്. റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് SC/STക്ക് വരുന്നത് 500 രൂപയാണ് വരുന്നത്. അത് നമുക്ക് ഷെഡ്യൂൾഡ് ബാങ്ക് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് അവർ മെയിൻ ആയിട്ട് പറയും. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് www.lbsnl.gov.in. ഇനി ഈ ഒരു സെക്ഷനാണ് പലർക്കും ഡൗട്ട് വരുന്ന ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറയുന്നത്. നമുക്ക് നിലവിൽ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി എന്ത് ചെയ്യാം, നമ്മൾ SLC മതിയാകും. അതുപോലെ തന്നെ നേറ്റിവിറ്റിക്ക് വേണ്ടി ക്ലോസ് 5 പറയുന്ന SLC സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെക്കാൻ പറ്റും. പിന്നെ അക്കാഡമിക് എലിജിബിലിറ്റി, ഞാൻ പാസ് ഔട്ട് ആണോ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ 2022 പഠിച്ചിറങ്ങി, എനിക്ക് ഈ വർഷമാണ് ഞാൻ എന്ത് ചെയ്തത് സപ്ലി ഡൗട്ടുകളെല്ലാം തന്നെ നമ്മുടെ ലാസ്റ്റ് ഒരു സെഗ്മെന്റ് ഉണ്ട്. ആ സെക്ഷനിൽ നമ്മൾ ഇത് ഡിസ്കസ്. അപ്പൊ നിലവിൽ ഈ ഒരു അക്കാഡമിക് എലിജിബിലിറ്റി ആയിട്ട് ഇപ്പോഴും വിളിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി ഞാൻ അത് പറയത്തില്ല. ഞാൻ കഴിഞ്ഞ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ നിലവിൽ പാസ് ആയതുമില്ല, 2022 പാസ് ഔട്ട് ആകുകയും ചെയ്യും. അങ്ങനെയുള്ള കുട്ടി എന്ത് ചെയ്യും എന്നുള്ളതാണ് പലരുടെയും ഡൗട്ട്. നിങ്ങൾ 2022 കോഴ്സ് കഴിഞ്ഞ കുട്ടി എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ S5 എക്സാം എഴുതിയെടുത്തത് എപ്പോഴായിരിക്കും? ഇപ്പൊ 2024 ഏപ്രിൽ എക്സാമിലാണ്. അപ്പം ഏപ്രിൽ എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് കൊടുത്താൽ മതിയാകും കേട്ടോ. ആ ഹാൾ ടിക്കറ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ SBTയുടെ സൈറ്റിൽ കയറുക, പ്രൊഫൈലുണ്ട്, പ്രൊഫൈൽ ഇപ്പൊ കൊണ്ടുവന്ന എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് എടുക്കുക, അതിനായിട്ട് അപ്ലോഡ് ചെയ്യുക. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, ശരി. ഇനി ഞാൻ പാസ് ഔട്ട് ആയതാണ്, ഞാൻ നവംബർ എക്സാമിൽ പാസ് ഔട്ട് ആയി എങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത കുട്ടികൾ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്താൽ മതിയാകും, അപ്ലൈ ചെയ്താൽ മതിയാകും. പിന്നെ വീണ്ടും ഒരു ഡൗട്ട് നമുക്ക് ഉണ്ടാകും, സാർ ഞാൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റിനും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിനും ഗ്രേഡ് കാർഡിനൊന്നും അപ്ലൈ ചെയ്തില്ല. നിങ്ങൾക്ക് ഇന്ന് തന്നെ എന്ത് ചെയ്താൽ മതി, ഗ്രേഡ് കാർഡിനും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിനും ഒറിജിനൽ സർട്ടിഫിക്കറ്റിനും നിങ്ങളുടെ സൈറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫൈൽ വഴി ഇത് 3നും അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇന്ന് ഫീസ് അടച്ചിട്ട് തിങ്കളാഴ്ച നിങ്ങൾ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. ഇൻ കേസ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്, അതായത് പാസ് ഔട്ടുകാരുടെ കാര്യം പറയാം, 2023, 22, 21 പാസ് ഔട്ടായി സപ്ലൈ ഉണ്ടായിരുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേര് ഇപ്രാവശ്യം ഏകദേശം എനിക്ക് തോന്നുന്നു 500+ സ്റ്റുഡൻസ് 2023 പാസ് ഔട്ട് ആയവർ ഈ പ്രാവശ്യം എക്സാം എഴുതുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊഫൈലിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് ഓൺലൈനായിട്ട് ചെയ്തിട്ട് കോളേജ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പോസ്റ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് നല്ല താമസം വരും. ഏകദേശം 6 മാസത്തോളം കാലയളവ് ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഗ്രേസ് മാർക്കിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഏകദേശം 7200 കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് 2023 പാസ്സായ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ ഗ്രേസ് മാർക്ക് ഇൻ കേസ് സർട്ടിഫിക്കറ്റ്, ഈ ഗ്രേസ് മാർക്ക് ഉള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തതിന് ശേഷം മാത്രം ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രിന്റ് ആയിട്ടുള്ളവർക്ക് ഗ്രേസ് മാർക്ക് എന്ത് ചെയ്യത്തില്ല, ആഡ് ചെയ്യത്തില്ല എന്ന് ആ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രേസ് മാർക്കുള്ളവരെ ലിസ്റ്റ് നമ്മൾ സയൻസ് ടെക്കിന്റെ ടെലിഗ്രാം ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഗ്രേസ് മാർക്ക് കിട്ടിയ 7000-ഓളം കുട്ടികളുടെ ലിസ്റ്റ് നമ്മൾ സയൻസ് ടെക്കിന്റെ ടെലിഗ്രാം ചാനൽ ഇപ്പൊ ചാറ്റ് ബോക്സിൽ വരും. അതിനകത്ത് ടെലിഗ്രാം ചാനൽ സയൻസ് ടെക് ലേണിംഗ് ആപ്പ് നോക്കിയാൽ അവിടെ കാണാനായിട്ട് പറ്റും. ശരി, അപ്പോൾ അതാണ് ആ ഒരു 3ാമത്തെ അക്കാഡമിക് എലിജിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്താൽ മതിയാകും. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് അവർ എന്ത് ചെയ്യും, എടുത്തു തരുന്നതാണ്. ഓക്കെ, ഗ്രേഡ് കാർഡ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, തരുന്നത്. ശരി, പിന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇന്റർകാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് ആ സർട്ടിഫിക്കറ്റ് വെക്കുക. നിങ്ങൾക്ക് വിചാരിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡ്മിഷൻ കിട്ടും. അതുപോലെ ഇൻകം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ. പിന്നെ ഒരു 6 ലക്ഷം 9 ലക്ഷം നിലവിൽ പരിധി എത്രയാണോ പറയുന്നത് അതിന് മുകളിലുള്ളവർ എന്ത് ചെയ്യേണ്ട, പിന്നെ വെക്കേണ്ട. ഇൻ കേസ് ഗവൺമെന്റ് സർവീസിലുള്ള പേരൻസ് ഒക്കെ ഒരു ഗസറ്റഡ് പോസ്റ്റിലോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് ഇരിക്കുന്ന ഒരു വർഷം 6 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള പേരൻസിന്റെ മക്കൾക്ക് എന്ത് കിട്ടത്തില്ല, ഈ ഒരു
റിസർവേഷൻ കാറ്റഗറിയിൽ വരത്തില്ല. അവർ നേരെ ജനറൽ കാറ്റഗറി ആയിട്ട് വരും. EWS ഉള്ള കുട്ടികൾ ജനറൽ കാറ്റഗറിയിലുള്ള നായർ കാറ്റഗറി അങ്ങനെയുള്ള ജനറൽ കാറ്റഗറി നമ്മുടെ മുസ്ലിം നമ്മുടെ ഓർത്തഡോക്സ് അങ്ങനെ കുറച്ച് പേര് വരും. EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. അതിൽ 1-2 ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട്. EWSന് 10% സീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പലരുടെയും ഡൗട്ട് EWSൽ എങ്ങനെ സാറേ നമുക്ക് കിട്ടുന്നത്, ഈ റിസർവേഷൻ ഒക്കെ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഞാൻ വിചാരിക്കുന്ന കോളേജിൽ സീറ്റ് ഉണ്ടാകുമോ ഇല്ലയോ, അതിനെപ്പറ്റി ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞു തരാം. എങ്ങനെയെന്ന് പറഞ്ഞാല് നമുക്ക് നമ്മൾ ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് പറയുന്നുണ്ട്. അപ്പം ഏകദേശം നമുക്ക് അതിന്റെ ഒരു ഇതും കൂടെ പറഞ്ഞു. നമുക്ക് 100 സീറ്റ് ഉണ്ട്. 100 സീറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ മൊത്തത്തിലുള്ള 100 സീറ്റുകളാണ്. ഈ 100 സീറ്റുകളിൽ 50% സീറ്റ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് ഓപ്പൺ കോട്ടയിലും 50% എന്ന് പറയുന്നത് റിസർവേഷൻ ആയിട്ട്. അപ്പോൾ നമ്മൾ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് ഓരോരുത്തർക്കുള്ള കണക്ക് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അത് നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാ പേജിൽ പോയാൽ നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാ പേജിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡഡ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ളതിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനുണ്ട്. ഇൻസ്റ്റാ പേജിൽ ഒന്ന് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് കാണാനായിട്ട് പറ്റും. സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പറയുന്നുണ്ട്. അത് ആ പറയുന്ന സർട്ടിഫിക്കറ്റിലെ ലിസ്റ്റ് എന്ന് പറയുന്നത്, ലിസ്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പറയുന്നുണ്ട്. SLC എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇൻസ്റ്റ പേജിലുണ്ട്. ജസ്റ്റ് അതെല്ലാം അവിടെ എന്ത് ചെയ്യാൻ അവൈലബിൾ ആവും. പിന്നെ അതിന്റെ അപേക്ഷ ഡേറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇൻസ്റ്റാ പേജിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉണ്ട്. അപ്പൊ അതാ പറഞ്ഞ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാ പേജ് ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട. പിന്നെ ഓരോ സർട്ടിഫിക്കറ്റിന്റെയും ഇയറും വാലിഡിറ്റിയാണ് പറയുന്നത്. നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, ഈ ഡൗട്ട് സെക്ഷനിൽ എന്ത് കമന്റ് ഇട്ടാലും ഞാൻ നോക്കുന്നില്ല. ഞാൻ ഈ PPT മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് എന്ത് ഇതിലോട്ട് ഫോക്കസ് ചെയ്യല്ല, കോൺസെൻട്രേറ്റ് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പൊ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് 1 വർഷം. കഴിഞ്ഞ വർഷം പല കുട്ടികൾക്കും അബദ്ധം പറ്റിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് 1 വർഷം, ഇൻകം സർട്ടിഫിക്കറ്റ് 1 വർഷം, EWS കമ്മ്യൂണിറ്റി കാസ്റ്റ് എല്ലാം തന്നെ ഓരോ വർഷമാണ്. ഈ 1 വർഷം എന്ന് പറയുന്നത് ജൂൺ മാസമല്ല. മിനിമം വാലിഡിറ്റി സെപ്റ്റംബർ 15 വരെ ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ കാര്യം? നിങ്ങൾ കഴിഞ്ഞ വർഷം എടുത്തത് വെച്ച് കൊടുക്കരുത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാലിഡിറ്റി ഉണ്ടാവും. നിങ്ങൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പോട്ട് അഡ്മിഷൻ ഒക്കെ പങ്കെടുക്കുന്നത് ചിലപ്പോൾ സെപ്റ്റംബറിലൊക്കെ ആകാം, മേ ബി ഒരു മിനിമം ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് ആവാം. അപ്പൊ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് പുറത്താകും. അതുകൊണ്ട് മിനിമം സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എന്തുണ്ടായിരിക്കണം, 1 ഇയർ എന്ത് ചെയ്തിരിക്കണം ഉണ്ടാകണം. ആ 1 ഇയർ എന്ന് പറയുന്നത് 2024 സെപ്റ്റംബർ 15 വരെയെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവസാനം ഇത് വീണ്ടും എടുക്കേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്. ഇനി അടുത്തത് എക്സാമിന്റെ സെന്റർ OMR ആണ് ക്വസ്റ്റ്യൻ. OMR ഷീറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് എന്തുണ്ട് നമ്മുടെ ടെലിഗ്രാം എക്സാമിന്റെ മോഡൽ ചെയ്ത് പഠിക്കാനായിട്ടുള്ള PDF ഫയൽ നമ്മളെ സയൻസ് ടെക്കിന്റെ ടെലിഗ്രാം ചാനലിൽ ഉണ്ട്. ജസ്റ്റ് ഞാൻ ടെലിഗ്രാമിന്റെ സയൻസ് ടെക്കിന്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് നിങ്ങൾക്ക് എടുത്ത് തരാം. ആ ടെലിഗ്രാം ചാനൽ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് ഫയൽ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിങ്ങൾക്ക് OMR ഷീറ്റ് കാണാൻ പറ്റും. OMR ഷീറ്റ് നിങ്ങൾ ആൻസർ ഷീറ്റ് ബബിൾ ചെയ്യുന്ന പോലെ OMR ഷീറ്റിൽ ബബിൾ ചെയ്താൽ മതി. ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാം. കേരളത്തിലെ 14 ജില്ലയിലും സെന്റർ ഉണ്ടായിരിക്കും. മെയിൻ നമ്മൾ ഏറ്റവും ടൗണിൽ ഉള്ള ട്രിവാൻഡ്രത്താണെങ്കിൽ അവിടെ ടൗൺ, കൊല്ലമാണെങ്കിൽ കൊല്ലം ടൗൺ, ആലപ്പുഴ ആ ടൗണിന് പരിസരത്തുള്ള ഒരു 5 മുതൽ 10-15 സ്കൂളുകളിലായിരിക്കും എക്സാംസ് നടക്കുന്നത്. വയനാടൊക്കെ ആണെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ ഒരു 4-5 സ്കൂളുകളിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് എക്സാം നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇടുക്കിയിൽ നടക്കുന്നത് തൊടുപുഴ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, തൊടുപുഴയുള്ള 4-5 കോളേജുകൾ സ്കൂളുകളിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് എക്സാംസ് നടക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ എന്താണ് നിലവില് പല സ്ഥലത്തായിരിക്കും എക്സാം നടക്കുന്നത്. ഓക്കെ, ശരി. പിന്നെ അഡ്മിറ്റ് കാർഡ് വരുന്നത് നിങ്ങൾക്ക് 17-ാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് സമയമുണ്ട്. ഇൻ കേസ് നമ്മുടെ അപേക്ഷകരുടെ എണ്ണം കുറവാണെന്നുണ്ട് എങ്കിൽ ഒരാഴ്ചയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരും. നിലവിലത്തെ സാഹചര്യത്തിൽ തരില്ല എന്ന് തോന്നുന്നു. കാരണം എക്സാം ഡേറ്റ് അവർ ഡിക്ലെയർ ചെയ്തു. എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്, ജൂൺ 30-ാം തീയതിയാണ് എക്സാം. അപ്പൊ നിങ്ങൾക്ക് കറക്ഷൻ എന്തെങ്കിലും, ഇനി അടുത്തൊരു ഓപ്ഷൻ പലരും മെസ്സേജ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, കറക്ഷൻ എന്ത് ചെയ്യും അവര്? ഈ ഫോം അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറക്ഷൻ ഓപ്ഷൻ ഇല്ല. അവർക്ക്
നിങ്ങൾ അപേക്ഷിച്ചതിൽ അവർക്ക് എന്തെങ്കിലും ഒരു മിസ്മാച്ച് തന്നാൽ റിമാർക്സിൽ അത് പ്രത്യേകം ഒരു റെഡ് ലൈനിൽ മാർക്ക് ചെയ്ത് നിങ്ങൾക്കൊരു റിമാർക്ക് സെക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മാത്രമേ എഡിറ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്ത് തരത്തുള്ളൂ. ബാക്കി ആർക്കും എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകത്തില്ല. മനസ്സിലാക്കുക. എല്ലാവർക്കും എഡിറ്റ് ഓപ്ഷൻ കഴിഞ്ഞ 3 വർഷത്തെ കാലയളവിലുള്ളതാ പറയുന്നത്. അത് തന്നെയായിരിക്കും ഇപ്രാവശ്യം ഫോളോ ചെയ്യുന്നത്. എല്ലാവർക്കും എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാകത്തില്ല. പകരം എന്തെങ്കിലും അവരുടെ നിങ്ങളെ ആപ്ലിക്കേഷനിൽ മിസ്മാച്ച് ഉള്ളവർക്ക് മാത്രമേ എന്തുള്ളൂ ഇങ്ങനെ ഒരു പ്രശ്നം വരും. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് LBS വിളിച്ചാൽ മതി. ഒരുപാട് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കുറവായത് കൊണ്ട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വരുത്താനായിട്ട് പറ്റും. പിന്നെ അഡ്മിറ്റ് കാർഡിൽ ഒന്നും തന്നെ പോസ്റ്റ് വഴി വരത്തില്ല. നിങ്ങൾക്കുള്ള ലോഗിനില് യൂസർ ഐഡിയും പാസ്വേഡും ഉള്ള ലോഗിനിൽ വരും. ആ ലോഗിൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എടുക്കാനായിട്ട് പറ്റും. ശരി, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന LBS ആണ്. കൃത്യം 15 ദിവസത്തിനകം എന്ത് ചെയ്യുന്നുണ്ട്, റാങ്ക് ലിസ്റ്റ് എക്സാം കഴിഞ്ഞ ഒരു 15 ദിവസം, അതായത് 30 എക്സാം കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 ദിവസം, ജൂലൈ ഒരു 20-നകത്ത് തന്നെ എന്ത് ചെയ്യും, നിങ്ങളുടെ ബോഡിയുടെ റിസൾട്ടും വരും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇതിന്റെ റിസൾട്ടും വരും. കഴിഞ്ഞതിന് എൻട്രൻസിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് എന്ത് വന്നത്, നമ്മുടെ പോളിടെക്നിക്കിന്റെ റിസൾട്ട് വന്നത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. വാല്യുവേഷൻ ഒക്കെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് വീക്കിൽ പോളിടെക്നിക്കിന്റെ വാല്യുവേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ജൂലൈ 1 തന്നെ എക്സാമിന്റെ റിസൾട്ട് വരാനുള്ളതും അതുപോലെ തന്നെ ജൂലൈ 15 നമ്മുടെ ലെറ്റിന്റെ റിസൾട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ശരി, അടുത്തത് റാങ്ക് ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഈ സിലബസ് എന്ന് പറയുന്നത് ബിടെക്കിന്റെ സബ്ജക്റ്റുകളാണ്. ബിടെക്കിന്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള 8 സബ്ജക്റ്റുകളാണ് വരുന്നത്. മാത്സ് ഫസ്റ്റ് സെമ്മിന്റെ സെക്കൻഡ് സെമ്മിന്റെ മാത്സ് ആണെങ്കിൽ ഫസ്റ്റ് സെമ്മിന്റെ 1-2 മോഡ്യൂൾ മെട്രിക്സും അതുപോലെ തന്നെ ലീനിയർ ഇക്വേഷൻ ഒക്കെ ഉള്ള ഒരു മോഡ്യൂൾ ഉണ്ട്. ആ 2 മോഡ്യൂൾ അതുപോലത്തെ 3 മോഡ്യൂൾ, പിന്നെ S2ന്റെ 2 മോഡ്യൂൾ, അങ്ങനെ 5 മോഡ്യൂൾ മാത്സിനുണ്ട്. ഇംഗ്ലീഷ് +2ന്റെ സിലബസിലുള്ള കുറച്ച് 5 എണ്ണം പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ 5 എണ്ണം അല്ലാണ്ട് നമ്മുടെ ഒന്നെന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആഡ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും, ഒന്ന് സിനോണിമസ് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും, പിന്നെ ഒരു അങ്ങനെ ഇതുപോലത്തെ ഒരു 5 ക്വസ്റ്റ്യൻ ആണ് അങ്ങനെ വരുന്നത്. 5 ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷിന് മിനിമം നമുക്ക് 9 മാർക്ക് സ്കോർ ചെയ്യാം. മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യുന്നുള്ളതിനെ പറ്റി ഞാൻ അത് പറയുന്നു. ശരി, ഇനി മിനിമം ഈ എൻട്രൻസ് പാസ്സാകാനായിട്ട് വേണ്ടത് 1 മാർക്കാണ്. മനസ്സിലാക്കിക്കോണം. മിനിമം ഈ എൻട്രൻസ് പാസ്സാകാനായിട്ട് വേണ്ടത് 1 മാർക്കാണ്. 1 മാർക്കുള്ള കുട്ടി എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റിൽ വരും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം 120 ക്വസ്റ്റ്യൻ ബബിൾ ചെയ്താൽ ഏതെങ്കിലും 2 എണ്ണമെങ്കിലും ശരിയായാൽ നിങ്ങൾക്ക് വരും. ഇപ്പൊ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ക്രൈറ്റീരിയയും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം. ഇപ്പൊ ഇതില് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത കാരണം ഈ ലെറ്റ് അഡ്മിഷൻ കൊടുക്കുന്നത് റാങ്ക് ലിസ്റ്റിന്റെ ബേസിസിലാണ്. ഓരോ സബ്ജക്റ്റിന്റെ മാർക്ക് കൂടെ പറയാം. ഇംഗ്ലീഷിന് 10 മാർക്ക്, മാത്സിന് 20 മാർക്ക്, ബാക്കി 6 സബ്ജക്റ്റിന് 15 മാർക്ക് വെച്ചാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട്, അതുപോലെ തന്നെ C പ്രോഗ്രാമിംഗ് ഉണ്ട്, ബേസിക് ഇലക്ട്രിക്കലിൽ നിന്ന് 15, ഇലക്ട്രോണിക്സിൽ നിന്ന് 15. ഇപ്പൊ എഞ്ചിനീയറിംഗ് കുട്ടികൾ പഠിക്കുന്നത് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റാണ് പഠിക്കുന്നത്. അത് 3 മോഡ്യൂൾ വെച്ച് അവർക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആ സബ്ജക്റ്റ് ഉണ്ട്. അവർ 2 സബ്ജക്റ്റായിട്ട് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് മാർക്ക് വരുന്നത് 15 വെച്ചാണ് വെയിറ്റേജ് വരുന്നത് കേട്ടോ. സിവിലിൽ നിന്ന് 15, മെക്കാനിക്കലിൽ നിന്ന് 15, ഇലക്ട്രിക്കലിൽ നിന്ന് 15, ഇലക്ട്രോണിക്സിൽ നിന്ന് 15, C പ്രോഗ്രാമിംഗ് നിന്ന് 15. C പ്രോഗ്രാമിംഗ് 5 മോഡ്യൂൾ ഉണ്ട്, മെക്കാനിക്സ് 5 മോഡ്യൂൾ ഉണ്ട്, മാത്സ് 5 മോഡ്യൂൾ ഉണ്ട്, ഇംഗ്ലീഷ് 2 ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് ടോപ്പിക് അവർ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. ശരി, റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ക്രൈറ്റീരിയ. സിലബസ് ഇത്രയാണുള്ളത്. സിലബസ് ഡീറ്റെയിൽഡ് സിലബസ് ഞാൻ തരാം. ഇനി ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ 1 മാർക്ക് കിട്ടും, നെഗറ്റീവ് മാർക്ക് ഇല്ല. ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ A ബബിൾ ചെയ്തു, നമുക്ക് പിന്നെ മനസ്സിലായത് C ആണ്. അപ്പൊ വീണ്ടും പോയി C ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടത്തില്ല, അതിനെ ആ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ കൺസിഡർ ചെയ്യത്തില്ല. ഓവർ റൈറ്റിങ്ങോ അല്ലെങ്കിൽ റൈസ് ചെയ്യാനോ പറ്റരുത്. പിന്നെ മാർക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് മാർക്ക് അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ഇത്രയാണുള്ളത്. ശരി, അപ്പൊ നിലവിൽ നിങ്ങൾക്ക് OMR കിട്ടി. OMRൽ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ മാർക്ക് ചെയ്തില്ല എങ്കിൽ ആ കാൻഡിഡേറ്റിനെ ഡിസ്ക്വാളിഫൈ ആകും. ഇനി റാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന ക്രൈറ്റീരിയ പറയാം. പിന്നെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഒന്ന് നിലവിൽ 70 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ട്. ശരി, 70 കിട്ടിയ ഒരു 20 കുട്ടികളുണ്ട്. അപ്പൊ ഏതായാലും 120 മാർക്കുണ്ട്. അതിന്റെ ഒരു ഹയർ മാർക്ക് എന്ന് പറയുന്ന ഒരു 90 to 95 ആയിരിക്കും ടോപ്പ് വരുന്ന കുട്ടി. ഒരു 80 to
90 വരുന്ന കുട്ടികളായിരിക്കും, സെക്കൻഡ് ഒരു 10-20 പേര് വരുന്നത്. ബാക്കി ഓൾമോസ്റ്റ് മാർക്കുകളും വരുന്നത് 80 മുതൽ ഒരു 55 മാർക്ക്. ഈ 80 മുതൽ 55 മാർക്കാണ് ഏകദേശം ഒരു 1500-2000 കുട്ടികൾക്ക് കിട്ടുന്നത് കേട്ടോ. 85 ഒരു 65 മുതൽ ഒരു 85 വരെയുള്ള മാർക്കായിരിക്കും ഏകദേശം ഒരു 1500 കുട്ടികൾക്കും കിട്ടുന്ന മാർക്ക്. പക്ഷെ അവിടെ ഈ മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ മാത്സിന്റെ മാർക്കാണ് ഹയർ പ്രയോറിറ്റി കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് മാർക്കും രണ്ടുപേർക്കും ഏകദേശം ഒരു 100ഓളം പേർക്കും എന്താണ് ഇൻ കേസ് 70 മാർക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയെങ്കിൽ ഇംഗ്ലീഷിന്റെ മാർക്ക് കൂടെ അവിടെ എന്ത് ചെയ്യും, പിക്ക് ചെയ്യും. മനസ്സിലായോ? ഇംഗ്ലീഷിന്റെ മാർക്ക് എടുത്തതിൽ 50 പേരെ വീണ്ടും ഫിൽട്ടർ ചെയ്ത 50 പേരെ കിട്ടി. അങ്ങനെയെങ്കിൽ അവരുടെ ഏജ് നോക്കും. ഇപ്പൊ 2023 വരെ 22 പാസ് ഔട്ടുകാരൊക്കെ എല്ലാം അങ്ങനെ. അപ്പൊ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വരുമ്പോഴേക്കും അവരെടുക്കും. രണ്ടാമത് വരുന്നതെന്ന് വെച്ചാല് വീണ്ടും ഒരു കാറ്റഗറി ഉണ്ട്, അവരെ ആൽഫബറ്റിക് ഓർഡർ, അവരുടെ പേര് എ എന്നൊക്കെ വരുന്നവർക്ക് വീണ്ടും കുറച്ചുകൂടെ മുകളിലേക്ക് വരും. സെയിം എന്താ 2000 ജനിച്ചാൽ 2003 ജനിച്ചാൽ 2005 ജനിച്ച ഒരേപോലത്തെ മാർക്കൊക്കെ വന്നാൽ പിന്നെ അവരുടെ നൈമിന്റെ ഇതനുസരിച്ചും കൂടെ എന്ത് ചെയ്തു. നെക്സ്റ്റ് അതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഇതാണ്. ഒന്ന്, ഫസ്റ്റ് ഇംഗ്ലീഷ് പഠിക്കുക. ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട്, ഒരു ദിവസം ഒരു 3-4 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇംഗ്ലീഷ്. ജസ്റ്റ് നമ്മുടെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സിലബസ് നമ്മുടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇതിൽ നോക്കുമ്പോൾ കാണാം. നിങ്ങളെ താഴെയുള്ള ഈ ഒരു ഇതില് ഇപ്പൊ ഞാൻ എന്റെ വീഡിയോ ഓൺ ആക്കിയാൽ മതി. പോളിറ്റ് ബിടെക് മാത്രം പഠിച്ചാൽ മതി. റാങ്ക് ലിസ്റ്റ് നിങ്ങൾ അത്യാവശ്യം ഒരു 40 മുതൽ 50 മാർക്ക് വരെ 50 മാർക്ക് വരെ സ്കോർ ചെയ്യാം. പക്ഷെ അതിനപ്പുറത്തേക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി പറയാം. പിന്നെ നിങ്ങളെ ബ്രാഞ്ച് ചെയ്ത് ആ ബ്രാഞ്ചിന്റെ ക്വസ്റ്റ്യൻസ് പഠിക്കണം. എന്നിട്ട് റിലേറ്റഡ് ബ്രാഞ്ച് പഠിക്കണം. ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സ് ആണ്, ഇലക്ട്രോണിക്സ് അടുത്ത പഠിക്കേണ്ട ഇലക്ട്രിക്കൽ പഠിക്കണം. ഇലക്ട്രിക്കൽ പഠിച്ചിട്ട് അടുത്ത കമ്പ്യൂട്ടർ പഠിക്കണം. സിവിൽ പഠിക്കണം, മെക്കാനിക്സ് അങ്ങനെ പോകണം. പിന്നെ അതർ ബ്രാഞ്ച് പഠിക്കുക. പിന്നെ ലാസ്റ്റ് മാത്സ് പഠിക്കുക. മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എങ്ങനെ പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടാത്തൊരു കാര്യം മാത്സാണ്. മാത്സിന്റെ 5 മോഡ്യൂളുണ്ട്. ആ മാത്സിന്റെ 5 മോഡ്യൂളിൽ നിന്ന് ആദ്യത്തെ 3 മോഡ്യൂൾ പഠിച്ചാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു 15ഓളം മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ ഇക്വേഷൻ ആണ്. രണ്ടാമത് വരുന്നത് നമ്മുടെ മെട്രിക്സും അതുപോലെ വരുന്ന ഇതൊക്കെയാണ് വരുന്നത്. മൂന്നാമത്തതെന്ന് പറയുന്നത് ബൈനോമിയലൊക്കെ വരുന്നത്. പക്ഷെ നിങ്ങൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ 4-5 മോഡ്യൂൾ നിങ്ങൾ നോക്കേ വേണ്ട. കാരണം വെച്ചാൽ ആ 2 മോഡ്യൂൾ നേട്ട 5 മാർക്ക്, 1, 2, 3 മോഡ്യൂൾ എന്ത് ചെയ്യുക, പഠിക്കുക. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന നമ്മുടെ പോളി പഠിച്ച മെട്രിക്സ് പോലത്തെ ഉള്ള മെട്രിക്സോ അങ്ങനെയുള്ള ഒന്നും തന്നെ അല്ല. ഒന്നാമത്തെ 2ാമത്തെ മോഡ്യൂൾ ഒരിത്തിരിയെങ്കിലും നമ്മൾ +2 മാത്സ് പഠിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യും, എളുപ്പമായിരിക്കും. ബാക്കിയുള്ളതൊക്കെ പാടാം. നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ റാങ്ക് കണ്ടുപിടിക്കാനും അതുപോലെ മെട്രിക്സ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ സ്ക്വയർ മെട്രിക്സ് ആണ്. അങ്ങനെ ഏകദേശം ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പോളിറ്റ് ബിടെക്കിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി. പിന്നെ ഇന്റഗ്രേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് മോഡ്യൂളിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. മൂന്നാമത്തെ മോഡ്യൂളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് വരും. മീൻസ് അത് ഓരോ പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ ഒരു പ്രൂഫും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമേ സീക്വൻസ് ആൻഡ് ടൈലേഴ്സ് സീരീസ്, ബൈനോമിയലൊക്കെ നിങ്ങൾ +1 +2 ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് 4-5 മോഡ്യൂൾ നിങ്ങൾ പറ്റുന്നവർ പഠിക്കുക, അല്ലാത്തവർ ഇത് പരമാവധി സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി. പിന്നെ മെക്കാനിക്സ് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കിട്ടും. സിമ്പിളും ആണ് കേട്ടോ. മെക്കാനിക്സ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. പക്ക ക്വസ്റ്റ്യൻസ് കിട്ടും. ടൈം മാനേജ്മെന്റ്, ടൈം എങ്ങനെയാന്നുള്ളതാണ്. നമുക്ക് 3 സെഗ്മെന്റ് ആയിട്ട് നമ്മൾ തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എന്ന നിലയിൽ കാൽക്കുലേറ്റ് ചെയ്ത് പോവുക. നമ്മൾ ഫസ്റ്റ് 120 ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മണിക്കൂറും ഉണ്ട്. ഈസി ആയിട്ടുള്ള ഫസ്റ്റ് ഫേസിൽ ഈസി ക്വസ്റ്റ്യൻസുകളെല്ലാം എന്ത് ചെയ്യാം, ജസ്റ്റ് വായിക്കുക, അടയാളപ്പെടുത്തുക, പോയി ഓർമ്മറിയോ ഈ വായിക്കുക, അടയാളപ്പെടുത്തുക, ഓർമ്മ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അങ്ങ് പോവുക. സെക്കൻഡ് വീണ്ടും വരിക, ഒന്നും കൂടെ വന്നിട്ട് വീണ്ടും ഓരോ സബ്ജക്ട് വൈസ് ഇങ്ങനെ വരും. ആദ്യം നിങ്ങൾക്ക് വരുന്ന ഫസ്റ്റ് നിങ്ങൾ 4 സെറ്റ് ക്വസ്റ്റ്യൻ ABCD എന്ന് പറഞ്ഞ് 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ആ നിങ്ങളെ കോളേജിൽ ഇരുന്ന പോലെ തന്നെ എ ക്വസ്റ്റ്യൻ ഉണ്ട്. എ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ബിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ 120 ക്വസ്റ്റ്യൻ സെയിം ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇരിക്കുന്ന ആൾക്ക് 1 മുതൽ 25 ക്വസ്റ്റ്യൻ വരെ 1 ആയിരിക്കും. പക്ഷെ 26ാമത്തെ ക്വസ്റ്റ്യൻ മുതലായിരിക്കും ബി കാറിന് 1ാമത്. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ മുതലായിരിക്കും പിറകിരിക്കുന്ന സി കാറിന് വരും. അടുത്ത 76ാമത്തെ ക്വസ്റ്റ്യൻ മുതലായിരിക്കും ഡിയിലിരിക്കുന്ന 1ാമത്. ആ ഡിഫറൻസ് അതിങ്ങനെ എന്ത് ചെയ്യും, ഷഫിൾ ചെയ്ത് വരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം
നിങ്ങൾ പക്ക നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ അറിഞ്ഞൂടാ, അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു 10-20 ക്വസ്റ്റ്യൻ അറിഞ്ഞൂടാ, എല്ലാം അങ്ങ് കറുപ്പിക്കുക. ഒന്നും നോക്കണ്ട. കാര്യം വെച്ചാൽ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട്, ഈ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ മെജോറിറ്റി സ്റ്റുഡൻസ് എന്തിൽ വന്ന് നിൽക്കുന്നത്, 50 മുതൽ 75 മാർക്കിനകത്ത് വന്ന് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് ആ കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇത് എങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡ് ഒന്ന് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അടുത്തൊരു സെഗ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട്. മീൻസ് ഇന്ന് നമ്മൾ ഏകദേശം 9 മണിയാകുമ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. പിന്നെ അരമണിക്കൂർ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ആണ്. ഓക്കെ, അപ്പം ഈ PVQ എന്ന് പറഞ്ഞാൽ 2021, 22, 23, 24, 2020 ലെറ്റ് എക്സാം നടന്നിട്ടില്ല. ഇന്ന് കൊറോണ ആയതുകൊണ്ട് ലെറ്റ് എക്സാം നടക്കാതെ നമ്മുടെ മാർക്കിന്റെ ബേസിസിലായിരുന്നു നമ്മൾ അന്ന് അഡ്മിഷൻ കൊടുത്തത്. 21-ാമത്തെ ക്വസ്റ്റ്യൻ, 21-ലെ ക്വസ്റ്റ്യൻ പേപ്പർ, 22-ലെ ക്വസ്റ്റ്യൻ പേപ്പർ, 23-ലെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തന്നെ നമ്മുടെ പോളി ടു ബിടെക്കിന്റെ ക്വസ്റ്റ്യൻ ബാങ്കിൽ എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാനായിട്ട് പറ്റും. അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, സ്പോട്ട് ഒക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്തത് അപ്പം PYQ. ഈ PYQ നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് ഏറ്റവും പറ്റുന്നതെന്ന് പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ PYQ മെയിൻ ആയിട്ട് വരും, നമ്മുടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. നമ്മുടെ പോളി ടു ബിടെക്കിന്റെ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് 3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2021, 22, 23-ന്റെ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഇൻസ്റ്റാ പേജിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കാണാനായിട്ട് പറ്റും. അതിൽ ഇതിന് പോളി ടു ബിടെക്കിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പറയുന്നുണ്ട്. പോളി ടു ബിടെക്കിന്റെ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ തന്നെ ഒരു വീഡിയോ ഉണ്ട്. ഇത് തന്നെ പോളി ടു ബിടെക്കിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക്, എന്താണ് ബിടെക് ലെറ്റ് എന്നുള്ളതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. ലെറ്റ് എക്സാം എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റി ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ശരി. ഇനി അടുത്ത നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നും കാര്യം PYQ. അപ്പൊ ഈ PYQ വെച്ച് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. മനസ്സിലായോ? PYQ നോക്കുമ്പോൾ അവർ ഏത് സെഗ്മെന്റിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്, ആ സെഗ്മെന്റ് നമുക്ക് കറക്റ്റ് പിക്ക് ചെയ്യുക. ആ പിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് പരമാവധി ക്വസ്റ്റ്യൻസ്, നമ്മൾ ഉദാഹരണം ഇലക്ട്രോണിക്സ് ഒക്കെ പറയണ എല്ലാ തവണയും നമ്മുടെ റെക്ടിഫയറിന്റെ ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ മിനിമം കിട്ടും. ഓരോ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഇത് 3 വർഷവും ഓരോന്ന് ആയിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ നിന്ന് പരമാവധി കിട്ടുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ട്, പരമാവധി ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന് എടുക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന് എടുത്ത് വെച്ച് എന്ത് ചെയ്യുക, പഠിക്കും. പിന്നെ അടുത്ത PYQ ഒരു കാര്യം പറഞ്ഞു, റിപ്പീറ്റഡ് ടോപ്പിക്ക് പറഞ്ഞു. ഇനി അടുത്തത് എന്ത് ചെയ്യുക, മാക്സിമൈസ്. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മാക്സിമം മാർക്ക് കൂട്ടാം, എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. പിന്നെ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത കാരണം നിങ്ങൾക്ക് തന്നെ ഞാനും ഒരു 3 സെഗ്മെന്റ് പറഞ്ഞായിരുന്നു. ഈസി എല്ലാം അറ്റൻഡ്. 2 മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുക. ഓരോ ഓപ്ഷൻ ഇത് ഏതായാലും വരത്തില്ല എന്നുള്ള രീതിയിൽ അതിനെ കളയുക, അടുത്ത ആളെയും കളയുക. പിന്നെ 2 എണ്ണം ഉണ്ട്, പിന്നെ അതിൽ നിന്നൊരു ഇഷ്ടപ്പെട്ടതിനെ എടുക്കുക. അപ്പൊ മോഡറേറ്റ്. പിന്നെ ഡിഫിക്കൽട്ട് അവസാന ഘട്ടത്തിൽ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക, അങ്ങ് അറ്റൻഡ് ചെയ്ത് വെക്കുക. അപ്പൊ അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും പരമാവധി 120 ക്വസ്റ്റ്യനും, ഒരു കാര്യം ശ്രദ്ധിക്കുക, 120 ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക, നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അതിൽ കിട്ടണത് കിട്ടട്ടെ. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത കാരണം, പക്ഷെ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം നമ്മൾ റാങ്കിനെ ബാധിക്കും. ചുമ്മാതെ ഇരുന്ന് അങ്ങ് ചെയ്യുന്നവർക്ക് അങ്ങ് മാർക്ക് കിട്ടുകയും ചെയ്യും, അല്ലാത്തവർക്ക് ആ മാർക്ക് പോവുകയും ചെയ്യും. പിന്നെ സ്പോട്ട് അഡ്മിഷൻ ആണ് പിന്നെ വരുന്നത്. ഈ സ്പോട്ട് വരുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് സെക്കൻഡ് സ്പോട്ട്. അപ്പൊ അത് ഡിപ്പെൻസ് ആണ് വരുന്നത്. പിന്നെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരാനായിട്ട് സാഹചര്യം ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. പിന്നെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് റിവ്യൂ ചെയ്തിട്ട് മാത്രമേ നമ്മൾ അതിനകത്തേക്ക് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലാത്തവരെ വെരിഫൈ ചെയ്തിട്ട് മാത്രമേ നമ്മുടെ മെയിൻ ഗ്രൂപ്പിലേക്ക് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ആ ലിങ്കും നിങ്ങൾക്ക് അയച്ചു തരും. അതിനെക്കാട്ടും നല്ല നമ്മൾ AWHന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്തേക്ക് ജോയിൻ ആവുക. നാളെ മറ്റന്നാളായിട്ട് ആ AWHന്റെ ആ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഇത് റിക്വസ്റ്റ് കൊടുക്കാവോ മിസ്? AWHലേക്ക് ഒന്ന് വാട്സാപ്പ് ഗ്രൂപ്പ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ, കുട്ടികൾക്ക് കയറാനായിട്ട് നമ്മൾ അടുത്ത ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് വരുന്നതെന്ന് കൊടുക്കാനായിട്ട്. മിസ് അതിന്റെ ഒന്ന് വാട്സാപ്പ് ലിസ്റ്റ് ഇതിനകത്തൊന്ന് ഇട്ടേക്ക്, ഒന്ന് വെരിഫൈ ചെയ്തിട്ട് നമുക്ക്. ശരി, വാട്സാപ്പ് ലിസ്റ്റ് ഇടാനോ സർ? അല്ല, വാട്സാപ്പിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് കൊടുക്കാവോ? ഓക്കെ, ഇവിടെ കുട്ടിയിട്ടുള്ള ബാക്കിയുള്ള കുട്ടികൾക്ക് നമുക്ക്.
പ്രോ ബാച്ചുകാർ പേടിക്കേണ്ട, പ്രോ ബാച്ചുകാർക്ക് ഇനിയും മീറ്റിങ്ങുകളെല്ലാം തന്നെ നമ്മുടെ പ്രോ ബാച്ചിൽ ഉണ്ടാകും. നമ്മൾ ഓൾമോസ്റ്റ് 300ഓളം ആയെന്ന് തോന്നുന്നു, 300ഓളം സ്റ്റുഡൻസ് ആയെന്ന് തോന്നുന്നു നമ്മൾ പ്രോ ബാച്ചുകാർ. അപ്പം ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ AWHകാർ, അപ്പൊ AWH കോളേജ് എന്ന് പറയുന്നത് അവിടുത്തെ ടോപ്പ് കോളേജ് അവിടെ വരുന്നത്. അപ്പൊ ഒരു കഴിഞ്ഞ തന്നെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് കോളേജ് കിട്ടാതെ പലരും കമ്പ്യൂട്ടർ എടുക്കാനായിട്ട് അവിടെ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കോളേജ് AWH പോയിട്ടുണ്ട്. അപ്പൊ AWH കഴിഞ്ഞാലും അവർ കുറെ കുട്ടികൾ അവിടെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സയൻസ് ടെക്കിന്റെ സ്റ്റുഡൻസ് അവിടെ ജോയിൻ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ വേറൊരു ദൂരെ ഒരു സ്ഥലത്ത് പോകുന്നതിനെക്കാട്ട് എന്തുകൊണ്ടും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്തുള്ള കോളേജിൽ പോകുന്നത്. അതും കൂടെ പറയാം. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തരുന്ന KTUവിന്റെ സർട്ടിഫിക്കറ്റാ തരുന്നത്, ആ കോളേജിന്റെ സർട്ടിഫിക്കറ്റ് അല്ല തരുന്നത്. ആ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തുള്ള കോളേജസ് പോകുമ്പോഴേക്കും KTU ആണ് എക്സാം കണ്ടക്ട് ചെയ്ത്. നിങ്ങളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഓരോ കോളേജസിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്, അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജസ് എന്ന് പറയുന്നത്. 2014 വരെയും 2013 വരെയും കേരളത്തില് കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള കോളേജസ് യൂണിവേഴ്സിറ്റികളായിരുന്നു നടത്തി. ഇപ്പൊ 2014 മുതൽ 2014 മുതൽ KTU എന്ന് പറയുന്ന കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് എഞ്ചിനീയറിംഗ് കോഴ്സ് നടക്കുന്നത്. കേരളത്തിൽ 2 ലെറ്റ് എക്സാം ആണുള്ളത്, KTUവിന്റെയും കുസാറ്റിന്റെയും. നമുക്ക് കേരളത്തിൽ ഏകദേശം 6 യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗ് പഠിക്കാം. ഒന്നെന്ന് പറയുന്നത് KTUവിന്റെ കീഴിൽ, 2 പറയുന്നത് കുസാറ്റിന്റെ കീഴിൽ, 3 കേരള യൂണിവേഴ്സിറ്റിക്ക് ഒരു ബാച്ച് ഉണ്ട്, MG യൂണിവേഴ്സിറ്റിക്ക് ഒരു ബാച്ച് ഉണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഒരു ബാച്ച് ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒരു ബാച്ച് ഉണ്ട്. അപ്പൊ ഇത്രയും യൂണിവേഴ്സിറ്റിക്ക് ഒരേ ബാച്ച് വെച്ചേ ഉള്ളൂ. ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്ത് കാര്യവട്ടം ക്യാമ്പസിലാണ് എഞ്ചിനീയറിംഗിന്റെ ഒരു ബാച്ച് പോകുന്നത്. ഇനി വേറൊരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക, 2025 ലെറ്റ് എന്ന് പറയുന്നത് നിലവിലുള്ള സിലബസിൽ നിന്ന് മാറ്റം വരുന്ന പുതിയൊരു ലെറ്റാണ് 2025 ലെറ്റ് എന്ന് പറയുന്നത്. കാരണം 2019 നമ്മുടെ ബിടെക്കിന്റെ സിലബസ് മാറി. അപ്പൊ 2019 20 ലെറ്റ്, 21 ലെറ്റ്, 23 ലെറ്റ്, 24 ലെറ്റ്, ഇവരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സിലബസിൽ എഴുതി. അതിൽ 4 എക്സാം നടന്നു, ഒരു എക്സാം നടന്നിട്ടില്ല. 2020 എക്സാം നടന്നിട്ടില്ല. ഇനി 2024 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, KTUവിന്റെ സിലബസ് മാറുന്നുണ്ട്. 25, 26, 27, 28, 29, അങ്ങനെ 5 വർഷത്തെ ലെറ്റിന്റെ സിലബസ് ഇനി വരുന്ന പുതിയതാണ് എന്ത് ചെയ്യുന്നത്, ഇനി വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഡൗട്ട്സ് പോകുന്നതിന് മുന്നേ 1-2 കാര്യം കൂടെ നമുക്ക് സയൻസ് ടെക്കിനെ പറ്റി പറയാം. കേരളത്തിൽ ഫസ്റ്റ് നമ്മുടെ ലെറ്റിന്റെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് നമ്മളാണ് ഓൺലൈനായിട്ട് ലെറ്റ് തുടങ്ങുന്നത്. 2021 അന്നും നമ്മൾ റിസൾട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പം റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്നതിനപ്പുറത്ത് റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് പോകണമല്ലോ. ഇൻസ്റ്റാ പേജ് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ലെറ്റിന്റെ റിസൾട്ടുകൾ, ലെറ്റിന്റെ സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ എഴുതിയതൊക്കെ ഓരോ കോളേജ് ലെവൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കോളർഷിപ്പ് എക്സാം എഴുതി. 2023 സ്റ്റേറ്റ് റാങ്ക് ആണ് കുസാറ്റിന്റെ ലെറ്റ്. അതുപോലെ തന്നെ KTUവിന്റെ, നിങ്ങളുടെ കോളേജസ് ഒക്കെ തന്നെ ആയിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഓൺലൈൻ ബാച്ചസ് മാത്രമേ ഉള്ളൂ, ഓഫ്ലൈൻ ഒരു ബാച്ചസും ഇല്ല. ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ, ഓൺലൈനിൽ ഏറ്റവും ടോപ്പ് റിസൾട്ട് സയൻസ് ടെക്, ഇവരെല്ലാവരും CET പഠിക്കുന്നവർ. അതായത് നോക്കുമ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് ഇവരെല്ലാവരും തന്നെ പല കോളേജസിലായിട്ട് CETയിൽ പഠിക്കുന്ന കുട്ടികൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാമ്പസുകളിൽ പഠിക്കുന്ന ഓരോ കുട്ടികളുടെ ഉണ്ട്. നമുക്ക് എല്ലാവരെയും നമുക്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താൻ പറ്റിയത് കുറച്ചധികം കുട്ടികളുടെ ഡീറ്റെയിൽസ് നമ്മളെ സയൻസ് ടെക്നിക്സ്, നമ്മളെ സക്സസ് സ്റ്റോറീസ്, ഇതൊക്കെയാണ്. പിന്നെ നമ്മളെ സയൻസ് ടെക് ലേണിംഗ് ആപ്പ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സയൻസ് ടെക് ലേണിംഗ് app.com എന്ന് എടുക്കുമ്പോൾ സയൻസ് ടെക്കിന്റെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ ഇമേജസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സയൻസ് ടെക്കിന്റെ തന്നെ കുറെ ഇമേജസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സയൻസ് ടെക്കിന്റെ തന്നെ വെബ്സൈറ്റിലോട്ട് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ സയൻസ് ടെക്കിന്റെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് അതെല്ലാം തന്നെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മോക്ക് ടെസ്റ്റ് കിട്ടുന്നതിനായിട്ട്, അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഡൗട്ട് സെക്ഷൻ ക്ലിയറും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറയാം. അപ്പൊ ഇതിന്റെ എന്താണ് ബിടെക് ലെറ്റിന്റെ വെബ്സൈറ്റ് ആണ്, നമ്മുടെ വെബ്സൈറ്റ്. നമ്മൾ നമ്മുടെ ആപ്പ് സ്റ്റോറിൽ പഠിക്കാം, പ്ലേ സ്റ്റോറിൽ പഠിക്കാം, എല്ലാ ഇതിലും എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. നമ്മുടെ കോഴ്സസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് അതിനകത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഒരു 40 days വാലിഡിറ്റി ഉള്ള ഒരു സെറ്റിൽ 15 ക്വസ്റ്റ്യൻസ് ഉള്ള MCQs നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇതിൽ മീറ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കെല്ലാം അവൈലബിൾ ആയിട്ട് വരും. ഈ ഒരു കോഴ്സ് ഇത് ബൈന കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്തുള്ള കണ്ടന്റുകൾ, ഇതിന്റെ തന്നെ PDF ഉണ്ട്. ഇതിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് 8 സെറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട്, അതുപോലെ 5 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
അപ്പൊ അതിനകത്ത് ഓരോ കണ്ടന്റുകളുണ്ട്. ഇത് ജസ്റ്റ് ഇനി ഇതിനകത്ത് നമുക്കത് ദിസ് കോഴ്സ് കിട്ടാനായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പേര് കാര്യങ്ങളൊക്കെ കൊടുക്കുക, ടൈപ്പ് ചെയ്യുക, ഡിസ്ട്രിക്ട് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നമ്മൾ പ്രോ ബാച്ചുകാർക്ക് ഓൾറെഡി നിങ്ങൾക്ക് കണ്ടന്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഇതെല്ലാം ലോക്ക്ഡ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിന്റെ ഇത് ഓപ്പൺ ആക്കുക. ഇത് ഓപ്പൺ ആക്കും, ഇംഗ്ലീഷ് ഓപ്പൺ ആക്കുമ്പോഴേക്കും എന്ത് ചെയ്യും, ഇംഗ്ലീഷിന്റെ ഇത് കിട്ടും. ജസ്റ്റ് ഇതിനകത്ത് മോക്ക് ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിനകത്ത് ബാക്കി ഇതിന്റെ കോഡ് അവൈലബിൾ ആ. ജസ്റ്റ് ഈ പേജ്, ഇൻസ്റ്റാ പേജ് ഒന്ന് ലിങ്ക് പോയേക്ക്, ഇൻസ്റ്റാ പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കുക കേട്ടോ. പിന്നെ ബിടെക് ഓൺലൈൻ ആപ്പ് ഉണ്ട്. ബിടെക്കിന് എഞ്ചിനീയറിംഗിന് പോകുമ്പോഴേക്കും നിങ്ങളുടെ മാത്സിന്റെ ക്ലാസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാത്സ് പഠിക്കാനായിട്ട് കഴിഞ്ഞ ബാച്ചിൽ ഒരുപാട് കുട്ടികളുണ്ട്. കഴിഞ്ഞ ബാച്ച് നമ്മൾ ജനുവരിയിലായിരുന്നു അഡ്മിഷനെ കഴിഞ്ഞത്. അപ്പൊ മാത്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ സയൻസ് ടെക്കിന്റെ ആപ്പിൽ മാത്സ് ബിടെക് ഓൺലൈൻ, നിങ്ങൾ എഞ്ചിനീയറിംഗിന് പോകുമ്പോൾ നമ്മുടെ സയൻസ് ടെക്കിന്റെ സപ്പോർട്ട് ഉണ്ടാകും. നമ്മളെ വേറൊരു ഫാം, നമ്മുടെ ഇ ഫാം എന്ന് പറയുന്നത് ഫാർമസിയിലെ സ്റ്റുഡൻസിനുള്ള ട്രെയിനിങ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, പെട്ടെന്ന് നമ്മുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് പോവാം. മൈനോറിറ്റി ആണ്, നമ്മൾ മൈനോറിറ്റി ലെസ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് പോകണം കേട്ടോ. അതിന് ഡൗട്ട്സ് ഉള്ളവർ ചോദിച്ചോ, ചാറ്റ് ബോക്സിൽ ഇടുക. ഞാൻ ചാറ്റ് ബോക്സിൽ നോക്കി ഓരോരുത്തർക്കായിട്ട് പെട്ടെന്ന് മറുപടി. ആമീന പറഞ്ഞ സാറ് മുസ്ലിം ആണെങ്കിൽ മൈനോറിറ്റി എസ് കൊടുക്കണം, മൈനോറിറ്റി എസ് കൊടുത്ത് പോവാം. വേറെ NCL സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്. നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ട. NCL തരുന്നത് ഒരു പർട്ടിക്കുലർ ഇത് വെച്ചാണ്. EWS കിട്ടാൻ എന്താ വേണ്ട, EWS കിട്ടാൻ അക്ഷയ ചെന്നിട്ട് വില്ലേജ് ഓഫീസിൽ പറഞ്ഞാൽ സാർ ഡിഗ്രിയിലോട്ട് കയറുന്ന പ്രൊസീജിയർ എന്തുവാ, ഡിഗ്രിയിലോട്ട് അടുത്ത വർഷം നമുക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. ക്രെഡിറ്റിന്റെ ബേസ് ചെയ്തിട്ട് ഡിഗ്രിയിലേക്ക് പോകുന്നതാണ്. നിങ്ങൾ പോളി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോളി പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നേരെ പ്ലസ് 1 പ്ലസ് 2 ഇല്ലാതെ പോളി പഠിച്ചിട്ട് നിങ്ങൾക്ക് ഡിഗ്രിക്ക് സെക്കൻഡ് ഇയറിൽ കയറാം. അത് ക്രെഡിറ്റ് ബേസിസിലാണ്. നമ്മൾ പിന്നെ ഒരു സെഗ്മെന്റിൽ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യും. ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ DTയിലാണ്. അതൊന്ന് നമ്മുടെ DTയിൽ വിളിച്ച് ചോദിച്ചാൽ ഒരു പ്രൊസീജിയർ പറഞ്ഞു തരും. നമുക്ക് ഏറ്റവും അടുത്തുള്ള കോളേജ് കിട്ടും, മാനേജ്മെന്റ് ആണുള്ളത് നിയർ ആയിട്ട്. സാർ നമുക്ക് ഏറ്റവും അടുത്തുള്ള കോളേജിൽ കിട്ടുമോ, മാനേജ്മെന്റ് ആണ് ഉള്ളത് നിയർ ആയിട്ട്, അത് കിട്ടും. കാസ്റ്റിന് പകരമല്ല ഇപ്പൊ നോൺ ക്രിമിനൽസ്, ആ കാസ്റ്റിന് പകരമാണ് നോൺ ക്രിമിനൽ. അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇന്ന കാസ്റ്റ് ആണ്, ഇന്ന വർഷം SCBC സർട്ടിഫിക്കറ്റ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് 3 വർഷം വാലിഡിറ്റി ഉണ്ട്. മോസ്റ്റ് ടെക്സ്റ്റ് എടുക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ സയൻസ് ടെക്കിന്റെ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. സയൻസ് ടെക്കിന്റെ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അതിനകത്ത് കോഴ്സ് അവൈലബിൾ ആകും. അതിന് പെട്ടെന്ന് എല്ലാവർക്കും ഒത്ത് ഞാനൊരു ആക്സസ് തരാം. ഓക്കെ, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഒരു 6 മാസം അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്. നിലവിൽ അത് കോളേജിൽ നിന്ന് കിട്ടും. ഗവൺമെന്റ് അല്ലാതെ കോളേജ് കിട്ടാൻ ഇ ഗ്രാൻസ് കിട്ടും. ഗവൺമെന്റ് അല്ലാത്ത കോളേജുകളിൽ ഇ ഗ്രാൻസ് കിട്ടും. മിസ്സേ, നമ്മൾ AWHൽ ഇ ഗ്രാൻസ് കിട്ടുന്നില്ലേ? സർ കൊടുക്കുന്നുണ്ട് ഈ ഗ്രാൻസ്. AWHൽ അത് കൂടാതെ തന്നെ അവരുടെ പോളി ഡിപ്ലോമ മാർക്കിന്റെ ബേസിൽ സ്കോളർഷിപ്പ്, മാനേജ്മെന്റ് സ്കോളർഷിപ്പ് വേറെയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതുപോലെ എല്ലാ കോളേജുകളിലും ഈ ഗ്രാൻസുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഗവൺമെന്റ് കോളേജ് എല്ലാ സ്ഥാപിച്ചത്തെ ഇതെല്ലാ കോളേജസും കിട്ടുന്നുണ്ട്. അവിടെ പോയി തിരക്കുക, നിങ്ങളുടെ അടുത്തുള്ള കോളേജസ് പോയി തിരക്കുക. S5 സപ്ലൈ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. S5 സപ്ലൈ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാര്യം വെച്ചാൽ S5 വരെയുള്ള പരീക്ഷ ഇപ്പൊ നിങ്ങൾ എന്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് S5 സപ്ലൈ ഉള്ളവർക്ക് പരീക്ഷ എഴുതാം. പ്രശ്നം ഈ ഗ്രാൻഡ് ഇപ്പോൾ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് കൊടുക്കുന്നില്ല. ഈ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം ഫണ്ട് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം ഈ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇത് ചെയ്തതാണ്. അപ്പൊ ഓരോ തവണ ഈ ഫണ്ട്, വേറൊരു കാര്യം കൂടെ, ഈ ഗ്രാൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ പിന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഈ ഗ്രാൻസ് ചിലപ്പം കാറ്റഗറൈസ് ചെയ്യാം. മീൻസ് 5000 പേരും ഉണ്ട്, 5000 പേര് ലെറ്റ് ചെയ്ത്. അപ്പൊ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 1000 പേർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കുറച്ച് പേർക്ക് കിട്ടും. നേറ്റിവിറ്റിന് പകരം പാസ്പോർട്ട് വെച്ചാൽ മതി. അതിൽ അവർ ഓപ്ഷൻ പറയുന്നുണ്ടല്ലോ, പാസ്പോർട്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് മതി. കേരളത്തിൽ ഏറ്റവും നല്ല ക്യാമ്പസ് ആണ്. കേരളത്തിൽ ഓരോ ക്യാമ്പസുകളുണ്ട്. നമ്മൾ ആ ടോപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, നമുക്ക് അത് കിട്ടും. ഇൻകം സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മുടെ അനിയൻ, നമ്മുടെ മുസ്ലിം ആണെങ്കിൽ SCBC സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിലിയർ ഉണ്ട് എങ്കിൽ അതിനകത്ത് ഇതിൽ വരുന്നുണ്ട്. 2024 പാസ്സാവുന്നവർക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ലല്ലോ. നിങ്ങളെ റിസൾട്ട് വരുമ്പോഴേക്കും ലെറ്റിന്റെ പരീക്ഷയും കഴിഞ്ഞ റാങ്ക് ലിസ്റ്റും വരും. ഓക്കെ, കോളേജ് ട്രാൻസ്ഫർ പറ്റത്തില്ല. എന്ത് EWS ജനറൽ കാറ്റഗറിക്കാർക്കുള്ളതാണ്. EWS അല്ലാത്തവർ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. പിന്നെ SLC സർട്ടിഫിക്കറ്റ് കോപ്പി അപ്ലോഡ് ചെയ്യാൻ പറ്റും. SLC സർട്ടിഫിക്കറ്റ് കോപ്പി അപ്ലോഡ്, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റാസ് ആണോ അല്ലയോ, കറക്റ്റ് ആണോ അല്ലയോ, നിങ്ങൾ എക്സാം എഴുതാനായിട്ട് എലിജിബിൾ ആണോ അല്ലയോ നോക്കാൻ വേണ്ടി മാത്രമുള്ള പ്രോസസ്സാണ്. അഡ്മിഷൻ തരാനുള്ള പ്രോസസ് അല്ല. അതുകൊണ്ട് ഇത് വലിയൊരു പ്രശ്നം. ആപ്ലിക്കേഷനിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒന്നും പ്രശ്നമില്ല. പക്ഷെ അതിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പിന്നെ ഉപയോഗിക്കുക.
ACT അപ്രൂവ് കോളേജസിന് പോളി പഠിച്ചാൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, ACT അപ്രൂവ്ഡ് കോളേജസ് നിന്ന് പോളി പഠിച്ചാൽ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നാണ് ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. DTയിൽ വിളിച്ചാൽ അതിനെപ്പറ്റി പറഞ്ഞു തരും. കാറ്റഗറിയിലുള്ളവർക്ക് ഫീ ഉണ്ടാകുമോ? ഏത് കാറ്റഗറി എന്നുള്ളത് പറഞ്ഞാൽ കൊള്ളായിരുന്നു. മാനേജ്മെന്റ് കോളേജിൽ ഫീ കൺസെഷൻ കിട്ടും OBC-കാർക്ക് മാനേജ്മെന്റ് കോളേജുകൾ നിങ്ങളുടെ മാർക്കിന്റെ ബേസിസിൽ ലെറ്റ് എഴുതിയ ലെറ്റിന്റെ റാങ്കിന്റെ ബേസിസിലും എന്ത് ചെയ്യുന്നുണ്ട്, ഫീ കൺസെഷൻ കിട്ടും. അപ്പൊ പരമാവധി റാങ്ക് 1200 സീറ്റുകളാണ് കേരളത്തിൽ ഗവൺമെന്റ് കോളേജസിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ശരി. അടുത്ത EWSന് പകരമാണ് നോൺ ക്രിമിലിയർ വേറെ, EWS വേറെ. ഈ നോൺ ക്രിമിലിയർ പറയുന്ന SCBC എന്ന് പറയുന്ന കുറച്ച് കാറ്റഗറി മീൻസ് SCBC എന്ന് ജസ്റ്റ് ഒന്ന് എന്തിൽ ടൈപ്പ് ചെയ്ത് നോക്കുക, ഗൂഗിൾ SCBC എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ SCBC കാറ്റഗറി അതിലുള്ള, അതായത് SCBC സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്കാരെയാണ് SCBC എന്ന് പറയുന്നത്. SCBC ആണ് നമ്മൾ ഒരു OBC-കാരാണ് വരുന്നത്. ജനറലുകാർക്കാണ് എന്ത് വരുന്നത്, നമ്മുടെ ജനറലുകാർക്കാണ് EWS വരുന്നത്. ശരി, മാനേജ്മെന്റ് ഫീ പറഞ്ഞ് സീറ്റ് കട്ട്, നമുക്ക് കട്ട് ഓഫ് ഇല്ല കേട്ടോ. ശരി, ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലല്ലോ. ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മുടെ SCBC ഇത് മതിയാവും, മീൻസ് നോൺ ക്രിമിലിയർ അപ്ലോഡ് ചെയ്താൽ മതിയാവും. കോഴ്സ് സ്വയം സെലക്ട് ചെയ്യാൻ പറ്റുമോ? കോഴ്സ് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. സ്കാൻഡ് കോപ്പി അല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് PDF അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? ഡയറക്റ്റ് PDF ഇപ്പൊ നമുക്ക് PDF ആയി ഇപ്പൊ സ്കാൻഡ് കോപ്പി ആയാലും എന്തായാലും PDF ആയിട്ടല്ലേ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. SC കാറ്റഗറിക്ക് ഉറപ്പായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങി അപ്ലോഡ് ചെയ്യുക. ഉറപ്പായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഫീ കൺസെഷൻ കിട്ടും. ഒരു പൈസ അടയ്ക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു PTF ഉണ്ട്. ഗവൺമെന്റ് കോളേജ് ആയാലും മാനേജ്മെന്റ് കോളേജ് ആയാലും ഏത് കോളേജ് ആയാലും ശരി തന്നെ. ശരി, OBC-H ലിമിറ്റ് ഓർ ഡിഗ്രി എത്രയാണ്? OBC-H എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് SC/SC-കാർക്ക് കിട്ടുന്ന പോലെ OEC-യുടെ കാറ്റഗറി വരുന്ന ടീമുകളാണ് OBC-H എന്ന് പറയുന്നത്. മോക്ക് ടെസ്റ്റ് പറയാം. പ്രൈവറ്റ് കോളേജ് ഗവൺമെന്റ് കോളേജ് ഫീസ് എത്ര? ഗവൺമെന്റ് കോട്ട ഫീസ് വളരെ കുറവാട്ടോ. ആണെങ്കിൽ മിസ്സേ നമ്മുടെ അവിടുത്തെ ഫീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടുത്തെ ഫീസ് പറയാൻ പറ്റും. ഓൾമോസ്റ്റ് സ്ഥലത്തെ ഫീസ് ഒക്കെ AWH-ന്റെ ഫീസ് ഒന്നും അത് സർ ഡിപ്പെൻസ് മാർക്കാണ്, സ്കോളർഷിപ്പ് ബേസിൽ. അത് അവർക്ക് കോളേജിൽ വിളിച്ചു ചോദിച്ചാലേ അറിയും. നമ്മുടെ നമ്പര്, നമ്മുടെ ലിങ്കിന്റെ കൂടെ തന്നെ നമ്പറുണ്ട്, അവിടെ വിളിക്കുമ്പോൾ നമുക്കറിയാം. മോക്ക് ടെസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. മോക്ക് ടെസ്റ്റ് ആപ്പിലും വെബ്സൈറ്റിലും എല്ലാത്തിലും ഉണ്ട്. ലെറ്റ് കയറി S1/S2 പേപ്പേഴ്സ് എഴുതേണ്ടി വരും. ലെറ്റ് കയറി നിങ്ങൾ പോളിയിലെ പോലെ S1/S2 പേപ്പറോ അങ്ങനെ ഒന്നും തന്നെ എഴുതേണ്ടി വരത്തില്ല. മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറയാമോ? മോക്ക് ടെസ്റ്റ് നമ്മുടെ സയൻസ് ടെക്കിന്റെ ആപ്പിനകത്താണ് ഉള്ളത്. മോക്ക് ടെസ്റ്റ് എന്ന് പറയാൻ നമ്മൾ ഇന്ന് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ആർക്കും തന്നെ ക്രാഷ് കോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ. ഫീസ് എത്രയാണ്? ഓക്കെ, അത് പറയാം. മോക്ക് ടെസ്റ്റ് കാര്യം പറയാമോ? മോക്ക് ടെസ്റ്റ് നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും നമ്മൾ ₹1 മീൻസ് രജിസ്ട്രേഷൻ ഫീ കൊടുത്ത് നിങ്ങൾക്ക് 600 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. 1 ടൈം ആയിരിക്കും അതിന്റെ ലിമിറ്റ് ഉണ്ടായിരിക്കുന്നത്. 600 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ലാസ്റ്റ് ഇത് ചെയ്തു തരാം. സയൻസ് ടെക് ലെറ്റിന്റെ ക്രാഷ് കോഴ്സ്, ലെറ്റിന്റെ തന്നെ സയൻസ് ടെക്കിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക്, നമ്മുടെ പോളിറ്റ് BTech എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ 2200 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 2200 ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സും ഉണ്ട്. 3000-ഓളം മോക്ക് ടെസ്റ്റ് ഉണ്ട്. പിന്നെ ഫുൾ സിലബസിന്റെ വീഡിയോ ക്ലാസ് ഉണ്ട്. ഇതുൾപ്പെടെ നമുക്ക് 2500 ഉള്ളത്. ജസ്റ്റ് ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഫീ കൊടുക്കാനായിട്ട് നമ്മൾ കോൺടാക്ട് നമ്പർ തരും. ആ കോൺടാക്ട് നമ്പറിൽ ഇപ്പോൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ അത് വിളിച്ചാൽ ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് ജോയിൻ ചെയ്ത കുട്ടികൾക്കുള്ളത് ഇപ്പോൾ പറയും. മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു, സയൻസ് ടെക് ലെറ്റിന്റെ ഫീസ് പറഞ്ഞു. OBC കാസ്റ്റ് ആണ്, ബട്ട് നോൺ ക്രിമിലിയർ ആപ്ലിക്കബിൾ അല്ല. സോ BH കാറ്റ് നോൺ ക്രിമിലിയർ ആപ്ലിക്കബിൾ അല്ല. ഗവൺമെന്റ് അപ്പൊ പിന്നെ എന്താ പറയുക, പാരന്റ് ഗവൺമെന്റ് സർവീസിലുള്ളവരാണ് അല്ലേ, അതുകൊണ്ടായിരിക്കും കേട്ടോ. ഞാൻ BSc ആണ്. എനിക്ക് ഡിപ്ലോമ അലോട്ട്മെന്റ് കഴിഞ്ഞ് ഗവൺമെന്റ് കോളേജ് കിട്ടുമ്പോൾ പ്രൈവറ്റ് ആയിരിക്കും കിട്ടാനായിട്ട് സാധ്യത കേട്ടോ. മോക്ക് ടെസ്റ്റ് പെയ്ഡ് ആണ്, മോക്ക് ടെസ്റ്റ് പെയ്ഡ് അല്ല, ഫ്രീ ആണ്. ഗവൺമെന്റ് കോളേജിലോട്ട് മെക്കാനിക്കൽ സീറ്റ് കിട്ടാൻ മിനിമം എത്ര മാർക്ക് വേണം? മെക്കാനിക്കലിലേക്ക് കഴിഞ്ഞ വർഷവും വലിയൊരു കോമ്പറ്റീഷനിൽ ഇപ്രാവശ്യം കോമ്പറ്റീഷൻ കുറവായിരിക്കും. ഞാൻ പോളി ലെറ്റാണ്, ഒരു കുഴപ്പമില്ല. ITI ഉള്ളവർക്കും BTech ഓടിക്കാം. ഓക്കെ, ഇനി എന്തോ ഉണ്ടോ ചാറ്റ് ബോക്സിൽ? ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ അറിയാനായിട്ടുണ്ടെങ്കിൽ ചോദിക്കുക. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, അതോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകുന്ന രീതിയിലാണോ പറഞ്ഞതൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഒരു ലൈക്ക് ബട്ടൺ അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടിയ ചാറ്റ് ബോക്സിലുണ്ട്. അങ്ങനെയുള്ള കോളേജ് ട്രാൻസ്ഫർ പറ്റത്തില്ല. പാസ് ഔട്ട് ആയവർ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പോരെ മതി. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടാനേ നിലവിൽ മാർഗമുള്ളൂ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിട്ടില്ല. ഞാൻ BSc ആണ്, ഗവൺമെന്റ് കോളേജ് ചാൻസ്. BSc ഗവൺമെന്റ് കോളേജിൽ കിട്ടുന്നത് ഡിഫൻസ് ആണ്. ശരി, പിന്നെ വേറെ ഓക്കെ ആയിരുന്നു. ഇന്ന് കയറി എക്സാം കഴിഞ്ഞാണ് അഡ്മിഷന് കൊടുക്കാൻ.
ആ എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്ന് നമ്മുടെ പോളിയിലെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിനകത്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ വേറെ ഈ ഗ്രാൻഡുള്ളവർക്ക് ഫീ അടയ്ക്കേണ്ടി വരില്ല. എല്ലാവരും S3 ഫീ കയറുമ്പോഴേക്ക് ഏകദേശം ഒരു ഗവൺമെന്റ് കോളേജിലൊക്കെ പോയി 20,000 25,000 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, അടയ്ക്കേണ്ടി വരും കേട്ടോ. സ്റ്റഡി ഗ്രൂപ്പ് വെരിഫൈ ചെയ്തിട്ടേ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ള ബ്രാഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് ചൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് ഓക്കെ, ഇവര് നമുക്ക് ഇനി മോക്ക് ടെസ്റ്റിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. പ്ലേ സ്റ്റോർ ചെയ്യുന്ന സാർ ഓവറോൾ കേരള എത്ര സീറ്റ് കാണും? ഓക്കെ, ഗവൺമെന്റിൽ ഒരു 1000 1200 സീറ്റ്, അല്ലാണ്ട് ഏകദേശം നിങ്ങൾക്ക് പഠിക്കുന്നതിനധികം ഒരു 10,000 15,000-ഓളം സീറ്റ് നിലവിൽ ഓൾറെഡി നമുക്ക് നിലവിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. മൊത്തത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സീറ്റുകൾ അത്രയും സീറ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മളെ ഡിപ്ലോമ സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്, നമ്മുടെ പോളിയിലെ ഈവനിങ് ബ്രാഞ്ച് പഠിക്കുമ്പോഴേ അവർക്ക് ലെറ്റ് എക്സാം എങ്ങനെയാ, ഇത് സെയിം എക്സാം തന്നെയാണോ എഴുതുക? അവർ അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു ഓപ്ഷൻ ഉണ്ടോ? ഈവനിങ് ബാച്ച് ആണെങ്കിൽ റെഗുലർ ബാച്ച് ആണോ അങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കത്തില്ല. പക്ഷെ വേറെ കാര്യം, ലെറ്റ് ഇപ്പൊ നമ്മൾ ഈവനിങ് ലെറ്റ് ബിടെക്കിന്റെ ഈവനിങ് കോഴ്സസ് ഉണ്ടല്ലോ. ഇപ്പൊ വെസ്റ്റീൽ എഞ്ചിനീയറിംഗ് കോളേജ് ഈവനിങ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ലെറ്റ് അവിടെ ഉണ്ടോ എന്നുള്ളത്? അവർക്ക് ഓൾറെഡി മീൻസ് 2 പാത്ത് വേ നമുക്ക് നിലവിൽ പോളിടെക്നിക് ഉള്ളത്. ഒന്ന് റെഗുലർ ആയിട്ട് പഠിക്കാം, അതുപോലെ തന്നെ ഈവനിങ് ബാച്ചിലും പഠിക്കാം. ഈവനിങ് ബാച്ചിലായാലും ഇവര് എക്സാം എഴുതുന്ന എല്ലാം നമ്മുടെ നോർമൽ എക്സാം ആണ് ഇവർ എഴുതുന്നത്, 2 എക്സാം അല്ല. ഇവരുടെ കൂടെയാണ് ഇവർ പോയിരുന്ന എക്സാം എഴുതുന്നത്. അപ്പം ഈവനിങ് ബാച്ച്, പോളിയിലെ ഈവനിങ് ബാച്ചും അതുപോലെ തന്നെ റെഗുലർ ബാച്ചും ഒക്കെ സെയിം തന്നെയാണ്. ഇവർക്ക് ഈ ലെറ്റ് എക്സാം എഴുതിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിടെക്കിന് പോകാനായിട്ട് പറ്റും. നിലവിൽ എഞ്ചിനീയറിംഗിന് ഈവനിങ് ബാച്ചുകളൊന്നും തന്നെ ഇല്ല. ഈവനിങ്ങിന് ബിടെക്കിന് ലെറ്റ് വഴി അഡ്മിഷനും ഇല്ല എഞ്ചിനീയറിംഗിന് കേട്ടോ. ഈവനിങ് ബാച്ച് കൊണ്ടായിരുന്ന CET ആയിരുന്നു. CET-യിൽ നിലവിൽ 2 വർഷമായിട്ട് നമ്മൾ നിലവിൽ ഒരു 2 വർഷത്തെ വർക്കിംഗ് പ്രൊഫഷൻ ആവണമെന്നുണ്ടായിരുന്നു. നിലവിൽ അതെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ലാസ്റ്റ് വർഷത്തേക്ക് വന്നപ്പോഴേക്കും ഈ അവേഴ്സ് കറക്റ്റ് വരുന്നില്ല. അതുകൊണ്ട് AICTE അപ്രൂവൽ ഇല്ലാത്തതുകൊണ്ട് അവിടെ നിലവിൽ 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നിലവിൽ ഈവനിങ് ബാച്ച് നടക്കുന്നില്ല. MTech മാത്രമാണ് അവിടെ റണ്ണിലുള്ളത്. കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് അവിടെ ഈവനിങ് ബാച്ച് ഇല്ല ബിടെക്? എഞ്ചിനീയറിംഗ് കോളേജിലോ അതോ പോളിയിലോ? എഞ്ചിനീയറിംഗ് കോളേജില് ബിടെക്കിന് അവിടെ ഇല്ലാന്ന് തോന്നുന്നു. സ്ഥലത്തും എടുത്ത് മാറ്റിയായിരുന്നു ആണല്ലേ? ഈ ഒരു ടൈമുള്ള ബിടെക്കിൽ ഈവനിങ് ബ്രാഞ്ച് ഇല്ല, പാർട്ട് ടൈം ബ്രാഞ്ച് ഇല്ല. ഇപ്പോഴും പഠിക്കാൻ തുടങ്ങിയാല് ടൈം കിട്ടും കേട്ടോ. ഇപ്പോഴും പഠിക്കാൻ മതി. ഇനി 30 ദിവസം കൊണ്ട് നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സയൻസ് ടെക്കിന്റെ ക്ലാസ് എന്ന് വെച്ചാൽ പാക്ഡ് ആയിട്ട് നമ്മൾ നമ്മുടെ സയൻസ് ടെക്കിന്റെ ഒരു നമ്മുടെ കോഴ്സ് എടുത്ത് കാണിച്ചു തരാം. ഒരു ഡൗട്ട് കൂടി ചോദിക്കട്ടെ. എല്ലാ കുട്ടികളും റെഗുലർ ആയിട്ട് ചോദിക്കുന്നതാണ്, ഇപ്പൊ ഏത് ബ്രാഞ്ച് അഡ്മിറ്റ് ചെയ്യാമല്ലോ? ചെയ്യാം. ഇപ്പൊ പോളിയില് മെക്കാനിക്കൽ കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ECE-ലോ കമ്പ്യൂട്ടർ സയൻസിലോ ചേരാമല്ലോ. അപ്പൊ അതിനെഴുതുമ്പം അഡീഷണൽ പേപ്പേഴ്സ് എന്തെങ്കിലും എഴുതണോ എന്നുള്ളത് പലരും ചോദിക്കുന്നത്, അന്ന് വിശദീകരിച്ചു കൊടുത്ത് നന്നായിരുന്നു. പ്രോസ്പെക്ടസ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് കാണുന്നത്. ശരി, ഇപ്പൊ നിലവില് പോളി പഠിക്കുന്ന കുട്ടികൾ, പോളി പഠിച്ചവർക്ക് IT കഴിഞ്ഞ് വന്ന കുട്ടികൾ, ഇപ്പൊ സപ്പോസ് എക്സാമ്പിൾ സഹിതം പറഞ്ഞു, പോളിയിൽ IT കഴിഞ്ഞ് വന്ന കുട്ടി ഫിസിക്സ് 1 പഠിക്കണം, ഫിസിക്സ് 2 പഠിക്കണം, മാത്സ് 1 പഠിക്കണം, മാത്സ് 2 പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ബേസിക് ഇത്രയും കാര്യങ്ങളും ഇതിന്റെ ലാബും പഠിക്കണമായിരുന്നു പോളി കഴിഞ്ഞ കുട്ടികൾ. ആ സമയത്ത് +1 +2 അല്ലെങ്കിൽ VHSC കഴിഞ്ഞ് പോളി കഴിഞ്ഞ് ലെറ്റ് കയറിയ കുട്ടികൾ എന്ത് പഠിക്കണമായിരുന്നു? അവര് വർക്ക്ഷോപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ കമ്പ്യൂട്ടർ ഇറങ്ങി C പ്രോഗ്രാമിംഗ് പഠിക്കണം, ഗ്രാഫിക്സ് പഠിക്കണം, സീരിയൽ ലാബ്, അങ്ങനെ 5 എണ്ണം ഉണ്ടായിരുന്നു. അത് ഇന്റേണൽ എക്സാം ആയിട്ട് S3-ലോ S4-ഓ മതി. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്കെല്ലാം ഡൗട്ട് ബിടെക്കിന് കയറുമ്പം ഏതെങ്കിലും ഫസ്റ്റ് ഇയർ സബ്ജക്ട് പഠിക്കണമോ എന്നുള്ളത് വരുന്നത്. അങ്ങനെ ഒരു സബ്ജക്റ്റും പഠിക്കേണ്ട. 2019 അഡ്മിഷന്റെ പ്രകാരം കഴിഞ്ഞ ബാച്ചുകാർ ആരും തന്നെ ഒരു സബ്ജക്റ്റും പഠിച്ചിട്ടില്ല. അങ്ങനെ പഠിക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടോ. നിങ്ങൾ നിലവിൽ S3 അങ്ങ് തുടങ്ങുക, അതിന്റെ കൂടെ അങ്ങ് പഠിച്ചു പോവുക, അത്രേ ഉള്ളൂ. ഞാൻ ഉൾപ്പെടെ പോളിടെക്നിക് കഴിഞ്ഞു, ഇലക്ട്രോണിക്സ് കഴിഞ്ഞു. ഞാൻ എഞ്ചിനീയറിംഗ് ലെറ്റ് വഴി കയറിയ കുട്ടിയാണ്. ലെറ്റായിട്ട് കയറി സ്റ്റുഡന്റ് ആയിരുന്നു. ബിടെക് ലെറ്റായിട്ട് പഠിച്ച് ഇറങ്ങിയ ആളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സബ്ജക്റ്റും പഠിക്കേണ്ട കാര്യം ഇല്ല കേട്ടോ. കോഴ്സ് സ്റ്റഡി മെറ്റീരിയൽ ആപ്പിൽ ആയിരിക്കുമോ പ്രൊവൈഡ് ചെയ്യുന്നത്? ആപ്പിലാണ് മോക്ക് ടെസ്റ്റ് ആയിട്ട്. പിന്നെ കേരളത്തിന് പുറത്ത് നിങ്ങൾ ഒരു കാരണവശാലും പോയി ബിടെക് ചെയ്യരുത്. കേരളത്തിൽ ആവശ്യം പോലെ എഞ്ചിനീയറിംഗ് കോളേജസും നല്ല വാല്യൂ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയും ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തിന് പുറത്ത് പോയി പഠിക്കരുത്. കോഴ്സ് പെയ്ഡ് ആണ്. കോഴ്സ് പെയ്ഡ് കോഴ്സ് കൊണ്ടെല്ലാം ഉണ്ട്. സാർ ലാബ് ഫസ്റ്റ് എയർബോ ഫീ അടയ്ക്കണോ?
സാർ LEB ഫസ്റ്റ് കയറുമ്പോൾ ഒന്നും കൂടെ LEB എന്ന് വെച്ചാൽ മനസ്സിലാക്കിയാണ് ഫീ കൺസെഷൻ. എസ്ത്ര ഫസ്റ്റ് സെമ്മില് എസ്ത്ര കയറുമ്പോഴേക്ക് എല്ലാവരും ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും എല്ലാവരും എനിക്ക് തോന്നുന്നു SC ST കാറ്റഗറി സ്റ്റുഡൻസ് ഒഴികെ എല്ലാവരും ഫീസ് അടയ്ക്കണം. മിനിമം SC ST സ്റ്റുഡൻസ് അവിടുത്തെ എന്താ PTA ഫണ്ട് ഉൾപ്പെടെ എങ്ങനെയായാലും കുറച്ച് ഫണ്ട് അടയ്ക്കേണ്ടി വരും. എങ്ങനെ 10-20 ഞാനൊക്കെ പഠിക്കുമ്പോഴും ലെറ്റ് കയറുമ്പോഴും എക്സാം ഉണ്ടായിരുന്നു. വേറെ സ്റ്റേറ്റിൽ നിന്ന് ബോഡി ഫൈനൽ സെം റിസൾട്ട് വരാൻ ലേറ്റ് ആകുമ്പോൾ എങ്ങനെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എങ്ങനെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ്? നിങ്ങൾ അഡ്മിഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് ഇത് ചെയ്യേണ്ട, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മതിയാവും. നിങ്ങളുടെ എക്സാം എഴുതുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റി വെരിഫിക്കേഷൻ വിളിക്കുന്ന സമയത്തേക്ക് നിങ്ങൾ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ മാത്രം പ്രശ്നമായിരിക്കത്തില്ല. കേരളത്തിൽ ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരത്തില്ല. ഇപ്പൊ എല്ലാവർക്കും കിട്ടി, നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രം കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നില്ല, ലെറ്റിന്റെ റിസൾട്ട് വന്നു, ഓപ്ഷൻ കൊടുക്കാനെല്ലാം വന്നു, പോളിയുടെ റിസൾട്ട് വന്നില്ല. ഇപ്രാവശ്യം അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ. അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എങ്ങനെയായാലും ഒരു കോഷൻ ഡിപ്പോസിറ്റ്, യൂണിവേഴ്സിറ്റി ഫീസ്, എങ്ങനെയുള്ള എല്ലാ ഫീസും അടയ്ക്കണം. പിന്നെയാണ് ഈ ഗ്രാൻസും മറ്റു കാര്യങ്ങളും കിട്ടുമ്പോൾ കേട്ടോ. ശരി, OBC കാർക്ക് രജിസ്ട്രേഷൻ ടൈമിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എല്ലാം തന്നെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇത് കിട്ടും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു വിൻഡോ, അപ്പൊ ജസ്റ്റ് നമ്മുടെ സയൻസ് ടെക്കിന്റെ തന്നെ കോഴ്സ് എടുത്ത കണ്ടന്റ് ഉണ്ട്, 806ഓളം കണ്ടന്റ് ഉണ്ട്. ഇത്രയും കണ്ടന്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഇത്രയും കണ്ടന്റുകൾ ആരും എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ അത്രയും സെക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ 5 വർഷമായിട്ട് പോളി ടു ബിടെക് തന്നെ എടുക്കുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും. ഓരോ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഇലക്ട്രിക്കൽ ആയാലും മാത്സ് ആയാലും എല്ലാം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ, സ്റ്റുഡിയോ ക്ലാസ്സസ് എല്ലാം, അതുപോലെ എല്ലാം C പ്രോഗ്രാമിംഗ് ഏതൊക്കെ സബ്ജക്ട് എടുത്ത് അതുപോലെ തന്നെ ഓരോ ഫോൾഡർ പോവുകയും ഓരോ സെഗ്മെന്റുകൾ എടുക്കുക, ഓരോ സബ്ജക്ട്സുകൾ തീർത്ത് പോവാം. നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. വർക്ക്ഔട്ട് സെക്ഷൻ ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്. മോക്ക് ടെസ്റ്റ് ഉദാഹരണത്തിന് ഇപ്പോൾ ഇംഗ്ലീഷിന് മോക്ക് ടെസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മോക്ക് ടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ, മാത്സ്, ഇംഗ്ലീഷ് എല്ലാം. മാത്സ് നിങ്ങൾ ഫസ്റ്റ് 2 മോഡ്യൂൾ മാത്രം നോക്കിയാൽ മതി. അതിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് പോയി എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പോയി പഠിക്കുക. പ്രോബ്ലമാറ്റിക്കാ വരുന്നത്, പക്ക കിട്ടും ക്വസ്റ്റ്യൻസ്. ഇതൊന്ന് ചെയ്ത് നോക്കി പോവാം. 806ഓളം കണ്ടന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ വേറെ ആരും മേ ബി ഇത് കൊടുക്കുന്നില്ലായിരിക്കും. ഇത്രയും കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെ. ഓക്കെ, പിന്നെ അതിൽ ഫ്രീ കണ്ടന്റ് ഏകദേശം 300 സംതിങ് കുട്ടികൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ സ്റ്റുഡൻസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്തായിരുന്നു, പിന്നെ നമ്മുടെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? സാറേ, സാറ് ഇപ്പൊ പറഞ്ഞ മാതിരി ലെറ്റിന് സാറ് പറഞ്ഞ ബുക്ക് മാത്രം റെഫർ ചെയ്താൽ മതിയോ, അതോ ഞങ്ങൾ അഡീഷണൽ ആയിട്ട് വേറെ ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്യണോ? നിങ്ങൾ ബുക്കിന്റെ കേസിൽ നിങ്ങൾ ഈ സെയിം ടോപ്പിക്കുകൾ എടുത്ത് MCQ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അങ്ങനെ നോക്കിയാൽ കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും. അങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇപ്പോൾ സയൻസ് ടെക്കിന്റെ ക്വസ്റ്റ്യൻസിന്റെ പ്രീവിയസ് ഇയറിലെ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഉദാഹരണം ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സെയിം ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുക. ഈ സെയിം ക്വസ്റ്റ്യൻ മേ ബി നിങ്ങൾക്ക് അതിലും കാണാം. അപ്പൊ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 2000ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ഫാക്കൽറ്റീസും പ്രിപ്പയർ ചെയ്തിരിക്കും. നമ്മൾ ക്വാളിറ്റി ബിടെക് ക്വസ്റ്റ്യൻ ബാങ്ക് ഓൾമോസ്റ്റ് വാങ്ങിയിട്ടില്ല. എങ്ങനെയുണ്ട്, സാറ്റിസ്ഫൈഡ് ആണോ? അതിന്റെ കുറച്ചൊരു വാങ്ങിയവർ ജസ്റ്റ് ഒന്ന് ഇതിട്ടെ, വാങ്ങിയവര് ഒന്ന് ഇട്ടേടെ. അത്യാവശ്യം ഒരുപാട് കുട്ടികൾ വാങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ സിലബസ് ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് പഠിക്കുന്ന സിലബസ്, ഒരു സിലബസ് പോലും മിസ്സാവാതെ എന്ന് പറയുന്ന സിലബസ് കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. സിലബസ് ഉണ്ട്. ആ സിലബസ് നോക്കി നിങ്ങൾക്ക് ആ ടോപ്പിക് എടുക്കാം. ഒരു അധ്യാപകർക്ക് നമ്മൾ കൊടുത്തത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ 3 എണ്ണം കൊടുത്തു, എന്നിട്ട് സിലബസും കൊടുത്തു. ഇനി വരാനുള്ള സാധ്യതകളുള്ള ക്വസ്റ്റ്യൻസ് ഇടാനാ പറഞ്ഞിരുന്നത്. അപ്പൊ അവർ ഓരോ മോഡ്യൂൾ അനുസരിച്ച് ലിമിറ്റും കൊടുത്തു. ഒരു സബ്ജക്റ്റിന് 200-നപ്പുറത്ത് ക്വസ്റ്റ്യൻസ് പോകാനും പാടില്ല. അപ്പൊ നിങ്ങൾക്ക് 45 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഒരു സബ്ജക്റ്റിന്റെ 45 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനകത്തുണ്ട്. 2021, 22, 23 3 വർഷത്തെ 15 ക്വസ്റ്റ്യൻസ് വെച്ച് 45 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതിന്റെ പ്ലസ് 200 ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ 2300 വന്നിരിക്കുന്നത്. ചുമ്മാതെ ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് ഇത് ചെയ്തിട്ട് അങ്ങനെ ഇട്ടതല്ല. സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഗൂഗിളിൽ ഉണ്ട്. നമുക്ക് ഫീ വരുന്നത് 2000, 2500 ഒക്കെയാണ് നമ്മുടെ ഫീ വരുന്നത്, ഇൻക്ലൂഡിങ് ബുക്ക് ഉൾപ്പെടെ വരുന്നത്. ക്വസ്റ്റ്യനും ഈ ബുക്കിന്റെ തന്നെ വീഡിയോ ഡിസ്കഷൻ ക്ലാസ് ഉണ്ട്, അത് 1000 വരുന്നുണ്ട്. പിന്നെ തന്നെ ഈ ബുക്കും മോക്ക് ടെസ്റ്റ് 3000-ഓളം മോക്ക് ടെസ്റ്റ് അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സയൻസ് ടെക്കിൽ കോൺടാക്ട് ചെയ്താൽ കോൺടാക്ട് നമ്പർ പോരും. ഓക്കെ,
നമുക്കിപ്പോൾ നിലവിൽ 300 സംതിങ് കുട്ടികൾ 310ഓളം ആയി ഇന്നുവരെ ആയപ്പോഴേക്കും ഏകദേശം 400ഓളം കുട്ടികൾ നമുക്ക് ലെറ്റിന് സയൻസ് ടെക് ത്രൂ പഠിക്കും. ഓക്കെ, അത് നമുക്ക് ഉറപ്പാണ്. നമ്മൾ അത്രയും ക്വാളിറ്റി ബുക്ക് ഇനി ഏകദേശം ഒരു 200ഓളം ബുക്കുകൾ മാത്രമേ ഇനി സയൻസ് ടെക്കിലുള്ളൂ. ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം. ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് എനിക്ക് തോന്നുന്നു 6-7 ദിവസം ആവും തോന്നുന്നു കിട്ടാൻ. നമ്മുടെ സയൻസ് ടെക്കിൽ ഡയറക്റ്റ് ആയിട്ട് ബുക്കിന്റെ ഫോം വന്നിട്ടുണ്ട്. ആ ബുക്കിന്റെ ഡയറക്റ്റ് ഓർഡർ ചെയ്താൽ 450 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് 300 പേജ് ഉണ്ട് കേട്ടോ. ഈ 300 പേജ് ഉണ്ട്. പിന്നെ ഇതിന്റെ ലാസ്റ്റ് തന്നെ OMR നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള OMR ഉണ്ട്. OMRന്റെ PDF നമ്മുടെ സയൻസ് ടെക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ടെലിഗ്രാം ചാനലിൽ കയറി നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇതിന്റെ സയൻസ് ടെക്കിന്റെ ടെലിഗ്രാം ചാനലിൽ കയറി നോക്കിയാൽ ഇതിന്റെ OMR കിട്ടും കേട്ടോ. ബുക്കിന്റെ OMR കിട്ടും. ഓക്കെ, ടെലിഗ്രാം ചാനലിൽ കിടപ്പുണ്ട് OMR. അത് നോക്കിയാൽ അത് കാണാനായിട്ട് പറ്റും. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്ത് പോവുക, അതിനകത്ത് ഫയൽസ് എടുക്കുക, ഫയൽസിൽ ടൈം ടേബിള് അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്തിട്ട് ലിങ്ക് ഇങ്ങോട്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് കാണാൻ, കഴിഞ്ഞ വർഷം എത്ര പേര് പരീക്ഷ എഴുതി എന്നുള്ള ആ ടെലിഗ്രാമിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സുകളെല്ലാം അവിടെ കിടപ്പുണ്ട്. ആ ടെലിഗ്രാമിൽ എല്ലാവരും ടെലിഗ്രാം ചാനലിലോട്ട് പോയേ. സയൻസ് ടെക്കിന്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. ഇതിന്റെ ക്വസ്റ്റ്യൻസ് മോഡ്യൂൾ വൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. എക്സാം പേപ്പർ അതിന്റെ എല്ലാ മോഡലും നമ്മുടെ ഇതിലുണ്ട്. ഇതിന്റെ തൊട്ട് പിറകിലുണ്ട്. അതുപോലുള്ള കാര്യങ്ങളാണ് അതിൽ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഇപ്പൊ തരാം. ആ ടെലിഗ്രാം ചാനലിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് കാണാനായിട്ട് പറ്റും. ആ ലിങ്ക് വഴി ഒന്ന് നോക്കിയാൽ ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് പ്രൊവൈഡ് എന്ന് വെച്ചാൽ ക്ലാസ്സിൽ എന്തൊക്കെയാണ്. ഇപ്പൊ 60 സെറ്റ്, അതായത് 5 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മീൻസ് 40 സെറ്റ് ആയിട്ടാ ക്വസ്റ്റ്യൻ. മാത്സ് 20, ഇംഗ്ലീഷ് 10, ബാക്കി സബ്ജക്ട് 15 വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 5 സെറ്റ് എക്സാം ചെയ്യുന്നതിന്റെ ഒരു എഫക്റ്റ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടും. അത്രയാണ് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. ജസ്റ്റ് ഞാൻ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ അതിലൊന്ന് ജോയിൻ ആവുക. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ടെലിഗ്രാം ചാനലിൽ ഉണ്ട്. ജസ്റ്റ് അതിനകത്ത് നോക്കാം. അപ്പൊ കഴിഞ്ഞ വർഷം എത്ര പേര് പരീക്ഷ ചെയ്തിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാനായിട്ട് പറ്റും. പിന്നെ മെയിൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ ക്ലാസ് കോഴ്സ് ഇന്ന് ആവശ്യമുള്ള വരുമ്പോൾ സയൻസ് ടെക്കിന്റെ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഫുൾ നമ്മുടെ ഇതുപോലെ നമ്മുടെ സയൻസ് ടെക് സ്റ്റുഡൻറ് സപ്പോർട്ടീവ് ആണ്. എന്ത് കാര്യങ്ങളുണ്ട് ഇതുപോലെ നമ്മൾ മീറ്റിംഗ് വിളിക്കുകയും കൃത്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ പലരും നമ്മുടെ സയൻസ് ടെക്കിലേക്ക് വന്നത് കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ ഫീഡ്ബാക്ക് കാരണമാണ് വന്നത്. അവർക്ക് ഫുൾ ആ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്? ആ സപ്പോർട്ട് കിട്ടി കോളേജുകളിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ശരി. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എങ്കിൽ ചോദിക്കാം. സർ, ഒരു കാര്യം, ഒരു കുട്ടി അശ്വിൻ P ആണെന്ന് തോന്നുന്നു, ഒരു കുട്ടി ഫീസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് പെർ ഇയർ 25,000 ആണ് നോർമൽ ഫീസ് പറയുന്നത്. ഒരു കൊല്ലത്തേക്ക് 25. പക്ഷെ അവർക്ക് പോളി മാർക്കിന്റെ ബേസിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ് ടു 20,000 വരെ, 20,000 ആണ് പെർ ഇയർ ആവുന്ന രീതിയിലുള്ള സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. മിനിമം 20,000 ആണ് വേണ്ടത്. ഒരു സെമസ്റ്റർ നിങ്ങൾ 10,000 രൂപ പോലും. ഒരു സെമസ്റ്റർ അല്ല, ഒരു കൊല്ലം, 2 സെമസ്റ്റർ. അതെ, 2 സെമ്മിലേക്ക് 20,000 രൂപ. 20,000 രൂപ ആവുന്ന ഒരു സെം. നിങ്ങൾ പോളിയിൽ എനിക്ക് തോന്നുന്നത് മിനിമം ഫീസ് എന്ന് പറയുന്നത് 25,000 വരുന്ന പോളിയിൽ ഒരു വർഷത്തെ കോളേജസ് അത്ര പോലും ആവുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ AWHന്റെ സിസ്റ്റർ കൺസേൺസ് ആണെങ്കിൽ സപ്പോസ് അറൌണ്ട് 200 ഇൻസ്റ്റിറ്റ്യൂഷൻസ് AWHന്റെ അണ്ടറിലുണ്ട്. അപ്പൊ അവരുടെ തന്നെ ഏതെങ്കിലും പോളിന്നോ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റർ കൺസേൺസ് വരുവാണെങ്കിൽ 15,000 ആണ് ഒരു കൊല്ലത്തേക്ക് പറയുന്നത്. 15,000 15. അപ്പൊ AWH പോളിന്നോ വരുന്ന കുട്ടികൾ, പിന്നെ വേറെ ഏതൊക്കെയോ കോഴ്സസ് പറയുന്നുണ്ടല്ലോ, BSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കൊക്കെ എടുക്കാമല്ലോ. അപ്പൊ AWHന്റെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടാണോ വരുന്നതെങ്കിൽ 15,000 ആണ് ഒരു കൊല്ലത്തേക്ക് പറയുന്നത്. ഓക്കെ, AWHലെ സ്റ്റുഡൻസ് ഉണ്ട് തോന്നുന്നു അല്ലെ? പോളിയിലെ സ്റ്റുഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു ജോയിൻ ചെയ്തതില്. AWH ഇതിനകത്ത് മീറ്റിംഗില് സ്റ്റുഡൻസ് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒരു ഹായോ അല്ലെങ്കിൽ ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ 9 മണി ഈ കുട്ടികളുണ്ട്. ഇപ്പൊ AWHലെ സ്റ്റുഡൻസ് ആരെങ്കിലും ലെറ്റിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഗവൺമെന്റ് കോളേജിൽ ഡിപ്പെൻസ്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ലെറ്റ് എക്സാം എഴുതിയവരുടെ എണ്ണം എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റിൽ കഴിഞ്ഞ വർഷം 2023 റാങ്ക് ലിസ്റ്റ് നമ്മുടെ സയൻസ് ടെക്, ഒരു മിനിറ്റ്, കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് തരാം. ഒന്ന് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. ഡിപ്ലോമ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. അതിൽ ഓൾമോസ്റ്റ് എത്ര പേര് എഴുതിയായിരുന്നു?
4013 പേര് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. മിനിമം 1 മാർക്ക് വാങ്ങിയ കുട്ടികൾ ഉൾപ്പെടെ 4013 പേര്, ഏകദേശം 4100 സംതിങ് ആണ് ഉണ്ടായിരുന്ന ആപ്ലിക്കേഷൻസ്. അതിൽ 4013 പേര് റാങ്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് LBS പബ്ലിഷ് ചെയ്യുന്നത്. സയൻസ് ടെക് കഴിഞ്ഞതിന് നമ്മുടെ ഇൻസ്റ്റാ പേജിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മുടെ ടെലിഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് പ്രീവിയസ് 2022 23 ഒക്കെ ഫയൽസ് എല്ലാം അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ജസ്റ്റ് അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സുകളും ആർക്കൊക്കെ എവിടെയൊക്കെ കിട്ടി. പിന്നെ വേറൊരു സപ്പോർട്ട് ഉണ്ട്, നമ്മുടെ പ്രീവിയസ് ഇയർ സ്റ്റുഡൻസിന്റെ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ അവിടെ പോകുമ്പോൾ പല ഗ്രൂപ്പുകളും നിങ്ങൾ ജോയിൻ ആയിട്ടുണ്ട്, ഓരോ കോളേജസിന്റെ ഗ്രൂപ്പുകൾ. നമ്മുടെ സയൻസ് ടെക്കിന്റെ സ്റ്റുഡൻസ് ആണ്, നമ്മുടെ സയൻസ് ടെക്കിന്റെ അലുമിനി സ്റ്റുഡൻസ് ആണ് ആ ഗ്രൂപ്പ് എല്ലാം ഫോം ചെയ്തിരിക്കുന്നത്. അവർ നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഓരോ കോളേജസ് കേട്ടോ. ശരി, വീട്ടിൽ ലിസ്റ്റ് സ്റ്റഡി വാട്സ്ആപ്പ് ഗ്രൂപ്പ് അല്ല, നമ്മൾ മോക്ക് ടെസ്റ്റ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ജസ്റ്റ് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒരു 500 രൂപയോളം കോഴ്സ് വാല്യൂ ഉള്ള കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് അവിടെ കൊടുക്കുന്നത്. ജസ്റ്റ് സയൻസ് ടെക്കിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു സയൻസ് ടെക്കിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ എങ്ങനെ എടുക്കണമെന്ന് കൂടെ പറഞ്ഞു തരാം. ഇത് സയൻസ് ടെക് ലേണിംഗ് ആപ്പ്.com സെർച്ച് ചെയ്യുക. ജസ്റ്റ് സയൻസ് ടെക് എടുക്കുക. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, മെയിൻ വിൻഡോ വരുന്നുണ്ട്. എന്നിട്ട് അതിൽ കോഴ്സസ് പോയി ചൂസ് ചെയ്യുക. അതിനകത്ത് ലെറ്റ് കോഴ്സ് കാണാം. അത് രണ്ടാമത് KT BTech ലെറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് ദിസ് കോഴ്സ് കൊടുക്കുക. എന്ത് ചെയ്യുക, 1 രൂപ അടച്ചാൽ മതി. ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ ആണ്. ജസ്റ്റ് ഇത് ചെയ്താൽ മതിയാവും. കാണാൻ പറ്റുന്നുണ്ടല്ലോ ആപ്പ് ഇൻസ്റ്റാൾ. ഇപ്പൊ സയൻസ് ടെക്കിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോർ ഉള്ളവർക്ക് വേണ്ടി പ്ലേ സ്റ്റോർ ലിങ്ക് എന്ത് ചെയ്യുന്നു വരും. ഓക്കെ സർ, ഒരു കുട്ടി റിപ്പീറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഡിപ്ലോമ മാർക്കിന്റെ ബേസിൽ. അല്ല, ഡിപ്ലോമ മാർക്കിന്റെ ബേസിൽ ലെറ്റിന് നമുക്ക് മാനേജ്മെന്റിൽ ഇത് ചെയ്യാൻ പറ്റും. ഗവൺമെന്റിൽ വരുന്നുണ്ടെങ്കിൽ പ്യൂർലി എന്ത് ചെയ്യും, നമ്മുടെ ഇതാണ് വരുന്നത് കേട്ടോ. എന്തായാലും ലെറ്റ് എന്തായാലും എഴുതണം എന്നുള്ളത് മസ്റ്റ് അല്ലേ സർ? നിലവിലത്തെ കണ്ടീഷനിൽ ലെറ്റ് എന്ന എക്സാം നിലവിൽ മസ്റ്റ് ആണ്. കഴിഞ്ഞ ഒരു വർഷം, ഇത്രയും കാലയളവിന്റെ ഇടയിൽ കഴിഞ്ഞ ഒരു വർഷം മാത്രമാണ് അതിനൊരു ഫീ ഇത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താണ്, ഒരു എക്സംഷൻ വന്നിട്ടുള്ളൂ. ഇപ്രാവശ്യം അത് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ലെറ്റ് എഴുതിയില്ലെങ്കിലും നമുക്ക് അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പം ലെറ്റ് എഴുതിയില്ലെങ്കിലും നമുക്ക് അഡ്മിഷൻ എടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ അവസാനമായിരിക്കും വരുന്നത്. സാർ ഇപ്പൊ പറഞ്ഞ പോലെ ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ തന്നെ 1 മാർക്ക് കിട്ടും. 1 മാർക്ക് കിട്ടും. ഉണ്ടെങ്കിൽ അവർ ക്വാളിഫൈഡ് ആണ്. അല്ല, ഇവർക്ക് മിനിമം വരുന്നതെന്ന് വെച്ചാൽ 1000 രൂപയായിരിക്കും ഒരു നഷ്ടം വരുന്നത്. അപ്ലൈ ചെയ്യുന്ന 200 രൂപ അക്ഷയയിൽ കൊടുക്കുന്ന 1200 രൂപ നഷ്ടമായിരിക്കും ഒരു ഉണ്ടാകുന്നത്. അത് ശരിയാ. അല്ലാതെ വേറെ ഒരു നഷ്ടവും ഇല്ല. ഇങ്ങനെ നഷ്ടം വന്നാലും നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കയറുക, ഈ ഗ്രാൻസിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾ പറഞ്ഞ മെരിറ്റ് വഴി വന്ന ഒരു കുട്ടിയായി മാറും. ഓക്കെ, അതുകൊണ്ട് ഒരു ഇതും ഉപേക്ഷ വിചാരിക്കേണ്ട. ഗ്രാൻസിന് അപ്ലൈ ചെയ്യണമെങ്കിൽ മെറിറ്റ് വഴി വരണം തോന്നുന്നു. മാനേജ്മെന്റ് സീറ്റ്, അതെ, മാനേജ്മെന്റിന്റെ സ്കോളർഷിപ്പ് ആണെന്ന് തോന്നുന്നു കൊടുക്കുന്നത്. അല്ലെ, പിന്നെ വേറെ കാര്യം, എല്ലാ കോളേജസുകളും സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നിങ്ങളുടെ മാർക്ക് ലെറ്റും കൂടെ എഴുതിയാൽ മാത്രമേ കിട്ടുള്ളൂ. അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ കോളേജസും അങ്ങനെയും കൂടെ ആയിരിക്കും ഇത് വരുന്നത്. പിന്നെ വേറെ ഏതെങ്കിലും ആപ്പ് സ്റ്റോർ ലിങ്ക് ആപ്പ് സ്റ്റോറിൽ സയൻസ് ടെക് ലേണിംഗ് ആപ്പ് അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ ഇതും കൂടെ ഞാൻ എന്ത് ചെയ്യാം, ലിങ്കും കൂടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, വേറെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ടൊന്നും ഇല്ല. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു. ഇപ്പൊ വളരെ നല്ല രീതിയിൽ നമ്മുടെ AWH കാരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാംസ് നമുക്ക് ഹെൽപ്പ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നത്. നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് ആ ലിങ്ക് വഴി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും ആ ORG കോഡ് എന്ത് ചെയ്യുക, ഒന്ന് കൊടുക്കുകയും വേണം. ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തിട്ടുണ്ട്. പിൻഡ് മെസ്സേജിൽ വന്നിട്ടുണ്ട്. EWS ഇൻകം അല്ല, അത് ജസ്റ്റ് ഒരു ഇപ്പൊ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, മോക്ക് ടെസ്റ്റിന് ഇന്ന് മാത്രമേ അവൈലബിൾ ഉള്ളൂ. മോക്ക് ടെസ്റ്റ് ഇന്ന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ന് കഴിയുമ്പോഴേക്കും അത് പ്രീവിയസ് തേർഡിന്റെ ഇതിലേക്ക് അങ്ങ് പോകും കേട്ടോ. അത് ജസ്റ്റ് 1 രൂപ കൊടുത്താൽ മതി. ഇപ്പൊ തന്നെ അങ്ങ് പർച്ചേസ് ചെയ്തോ. അതിനകത്ത് പോയി ആരെങ്കിലും ഗൂഗിൾ പേ നമ്പറുകളും കൊടുത്താൽ മതി. 1 രൂപയല്ലേ ഉള്ളൂ. അത് ഇന്ന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇന്നൊരു 10 മണി കഴിയുമ്പോഴേക്കും അത് വീണ്ടും അത് ഇതാവും. ഈ ഗ്രാൻഡുകാർക്ക് ഫസ്റ്റ് അഡ്മിഷൻ കൊടുക്കുന്ന ടൈമിലാണ് 1 ഇയറിൽ ഫീ അടയ്ക്കേണ്ടത്. ഫസ്റ്റ് സെമ്മിന്റെ ഫീസ് അടച്ചാൽ മതിയാവും. മീനാക്ഷി, 1 മാർക്ക് കിട്ടിയാൽ റാങ്ക് ലിസ്റ്റ് കയറും. 1 മാർക്ക് കിട്ടിയാൽ റാങ്ക് ലിസ്റ്റ് കയറും. ഇത് റോബോട്ടിക്സ്, മെക്കാനിക്സ്, മറൈനൊക്കെ ഇപ്പൊ എടുക്കാൻ പറ്റും. അത് പറ്റും കേട്ടോ. കോഴ്സസ് എല്ലാം ഓൾമോസ്റ്റ് കോഴ്സസിന്റെ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും കേട്ടോ. നമ്മുടെ എക്സാം കഴിയുമ്പോഴേക്കും അതിനകത്ത് പറയും കേട്ടോ, എന്താ എഴുതണെന്നുള്ളത്, എക്സാമിന്റെ പേര് എഴുതണൊക്കെ അതിൽ പറയും കേട്ടോ.
പ്രൈവറ്റ് കോളേജ് കിട്ടിയാലും സ്കോളർഷിപ്പ് ഉണ്ടാകും. നിങ്ങൾ ലെറ്റ് എഴുതി മാർക്ക് വന്ന എല്ലാ കോളേജസിനും സീറ്റുകളുണ്ട് കേട്ടോ. ശരി, അപ്പോൾ ഓക്കെ, നമ്മൾ 9 മണിയായി. നമ്മൾ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യും. വേറെ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എങ്കിൽ ചോദിക്കാം. നമ്മൾ ക്ലാസ്സസ് എല്ലാം തന്നെ നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. കോഴ്സ് പർച്ചേസ് ചെയ്യുക, 1 മാസം ഉണ്ട്, നന്നായിട്ടൊന്ന് വർക്ക് ചെയ്താൽ മതി. ബട്ട് നെയിം ഓഫ് ദ കോഴ്സ് ലെറ്റ് ആണ്, ലെറ്റ് എക്സാമിനേഷൻ എന്നാണ്. അത് നിങ്ങൾക്ക് അവിടെ എക്സാം ഹാളിൽ കയറുമ്പോഴേക്കും നിങ്ങൾക്ക് തരും കേട്ടോ. അമൽ രാജു എന്താണെന്നുള്ളത് എഴുതാനുള്ളത് പറയും കേട്ടോ. ഗവൺമെന്റിന്റെ സെം ഫീസ് നിലവിൽ 8,000 9,000 അങ്ങോട്ടാണ് ഒരു സെം ഫീസ് വരുന്നത്. ഓക്കെ, പിന്നെ ഈ ഗ്രാൻസ് കിട്ടുമ്പോഴേക്കും അത് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ LBS വിളിച്ചാൽ ഇനി അവര് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ പറ്റുമെന്ന് അറിയത്തില്ല. ഡിപ്പെൻസ് LBS വിളിച്ചു നോക്കുക കേട്ടോ. അടുത്ത എക്സാം ഓഫ് അതാ പറഞ്ഞ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ കോഴ്സ് ആൻഡ് നെയിം ഓഫ് ദ ക്ലാസ് ഇൻ ദ എക്സാം പേപ്പർ. അതൊന്ന് ക്ലാസ് ഒന്നും എഴുതേണ്ടി വരത്തില്ല. ഡിപ്ലോമ എക്സാമിനേഷൻ, ബിടെക് ലെറ്റ് എക്സാമിനേഷൻ മാത്രമേ വരത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഇത് OHPO പിൻ ചെയ്തിട്ടുണ്ട് മെസ്സേജ്. അപ്രൂവൽ ആയാൽ മെസ്സേജ് വരും. എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിലും മെസ്സേജ് വരും. പേടിക്കേണ്ട, ആരെയും ഈ ഇത് ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെയും കേട്ടോ. അങ്ങനെ പേടിക്കേണ്ട. എന്ന് വെച്ചാൽ കുറച്ച് ആപ്ലിക്കേഷൻസുകൾ ചെയ്ത പേയ്മെന്റ് ഒക്കെ ചെയ്ത് വെച്ചുകൊണ്ട് LBS വിളിച്ചാൽ നല്ല സപ്പോർട്ടാണ്. വേറെ ഒരു പ്രശ്നമില്ല. ആരെ ആപ്ലിക്കേഷൻ ഇതുവരെയും റിജക്റ്റ് ആയതൊന്നുമില്ല. കഴിഞ്ഞതിനൊക്കെ നോൺ കേരളൈറ്റുകാർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, അത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തോ ഇത് ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ളതാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട. അങ്ങനെ അപ്ലൈ ചെയ്താലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിളിച്ച് സംസാരിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡൗട്ട്സ് ഇനി നിങ്ങൾക്ക് തന്നെ മറ്റുള്ളവർക്ക് ഇനി പറഞ്ഞു കൊടുക്കാമല്ലോ. എന്ത് ഡൗട്ടിന് വന്നാലും നിങ്ങൾക്ക് തന്നെ പറഞ്ഞു കൊടുത്തൂടെ. ഏത് സർട്ടിഫിക്കറ്റ് വേണം, എങ്ങനെയാണ്, മാർക്ക് എങ്ങനെയാണ്, കഴിഞ്ഞതിന് എത്ര പേര് പരീക്ഷ എഴുതി എന്നുള്ളതുകൊണ്ട്, എത്ര പേര് റാങ്ക് ലിസ്റ്റിലുണ്ട്, ഒന്നാമത്തെ റാങ്ക് കിട്ടിയാല് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെലിഗ്രാം ചാനലിലെ PDF എടുത്ത് നോക്കി അതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, അതിന് പോയി നോക്കിയാൽ നിങ്ങൾ 2022 റാങ്ക് ലിസ്റ്റ് കിടപ്പുണ്ട്. അമൽ ഷാജു, അതാ ഞാൻ പറഞ്ഞത്, കോഴ്സ് ഓഫ് ദി എക്സാം എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ പോവുക. അതിനകത്ത് നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇതിന്റെ ഒരു OMR ഷീറ്റ് കിടപ്പുണ്ട് കേട്ടോ. ആ OMR ഷീറ്റിനകത്ത് കറക്റ്റ് പറയുന്നുണ്ട് എന്റെ ഫ്രണ്ടിൽ വരുന്ന ഡീറ്റെയിൽസ് കേട്ടോ. അത് ഓരോ തവണയും ഫ്രണ്ട് പേജ് മാറുന്ന നമുക്കത് കാണാതെ പഠിച്ചുകൊണ്ട് പോയി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല കേട്ടോ. മനസ്സിലായ അമൽ ഷാജു? കുറച്ച് ഇവിടെ അപ്രൂവ് ആയി മെസ്സേജ് വന്ന് കുറെ പേരില്ലേടെ, നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അപ്രൂവ് ആയ ആളുകളില്ലേ? കുറച്ച് പേർക്കൊക്കെ മെസ്സേജ് വന്നു തോന്നുന്നു. ആരെങ്കിലും ഉണ്ടോ അപ്രൂവൽ ആയി മെസ്സേജ് വന്നവര്? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയും. കുറച്ച് പേർക്കൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു, സാർ ഇനി എന്തെങ്കിലും ചെയ്യണമോ, അപ്രൂവ് ആയാലും ഡൗട്ടാണ് സാർ, എനിക്ക് ഇങ്ങനെ വന്നു, ശരിയായിട്ടാണോ വന്നത് എന്നുള്ളതുണ്ട്. ഓക്കെ, ശരി. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.